ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ ആരാധനയുടെ മധ്യത്തിൽ മഹത്വം എടുക്കുമാറാകട്ടെ. ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ സ്നേഹിപ്പാൻ, ദൈവത്തെ സേവിപ്പാൻ, തന്നോട് കൂടെ വസിപ്പാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ, തൻ്റെ മഹത്വത്താലും തൻ്റെ വീര്യത്താലും ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. തൻ്റെ മഹത്വം ക്രൂശിൽ വെളിപ്പെടുത്തി, ക്രൂശിൽ കർത്താവ് നമ്മെ ആകർഷിച്ചു. അതിൽ വിശ്വസിച്ചുകൊണ്ട് ജീവരക്ഷ പ്രാപിപ്പാൻ, കർത്താവിനെ ആരാധിപ്പാൻ ദൈവം നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിച്ചു. തൻ്റെ വീര്യത്താൽ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. അന്ധകാരത്തിൻ്റെ അധികാരങ്ങളിൽ നിന്ന് തൻ്റെ വീര്യം കൊണ്ട്, ദൈവത്തിൻ്റെ വീര്യം കൊണ്ട് നമ്മെ ആ അധികാരങ്ങളിൽ നിന്ന് ദൈവം നമ്മെ വിളിച്ചു വേർപെടുത്തിയിരിക്കുന്നു. ഇരുട്ടിൻ്റെ അധികാരങ്ങളിൽ നിന്ന് വിളിച്ച് അത്ഭുത പ്രകാശത്തിലേക്ക് ദൈവം നമ്മെ വേർപെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ദൈവിക കൂട്ടായ്മയിലേക്ക്, ആരാധനയിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ ദിനംതോറും നമ്മെ ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. തന്നോട് കൂടെ ഇരിപ്പാൻ ദൈവം തൻ്റെ ജനത്തെ വിളിച്ച് വേർപെടുത്തും. ശിഷ്യന്മാരെയും കർത്താവ് വിളിക്കുമ്പോൾ തന്നോട് കൂടെ ഇരിപ്പാനാണ് ദൈവം ശിഷ്യന്മാരെ വിളിച്ച് വേർപെടുത്തുന്നത്. ഗ്ലോറി ടു ഗോഡ്. ഇന്ന് ദൈവം നമ്മെയും വിളിച്ച് വേർതിരിക്കുന്നത് തന്നോട് കൂടെ വസിപ്പാൻ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ ഇടയിൽ വന്ന് നിങ്ങളോട് കൂടെ വാസം ചെയ്യും. ഞാൻ ഇമ്മാനുവേലായി നിങ്ങളോട് കൂടെ നടക്കുന്ന ദൈവം, നിനക്ക് മുൻപായി നടക്കുന്ന ദൈവം. അങ്ങനെ ദൈവമക്കളോട് കൂടെ ഇരിപ്പാനും ദൈവജനത്തോട് കൂടെ നടപ്പാനും ആഗ്രഹിക്കുന്ന ഇത്ര അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മ ദൈവം നമുക്ക് നൽകുമ്പോൾ അതിനെ വളരെ ഗൗരവത്തോടെ കാണുവാനും ദൈവസന്നിധിയിൽ ഇരിക്കുവാനും കർത്താവ് നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കട്ടെ. വചനമെന്ന സത്യം, ആ സത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ ആ ആരാധനയിൽ ദൈവാത്മാവിൻ്റെ പകർച്ചയുണ്ടാവും. വചനമെന്ന സത്യ അടിസ്ഥാനത്തിന് വ്യത്യാസമുണ്ടായാൽ ദൈവാത്മാവിന് പകരം ഭോഷ്കിൻ്റെ ആത്മാവ് വ്യാപരിക്കും. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ എപ്പോഴും ആരാധനയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയ കാര്യം, വചനമെന്ന അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ അത് ദൈവപ്രസാദമാണ്. അവിടെ ദൈവത്തിൻ്റെ ആത്മപകർച്ച ഉണ്ടാകും. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ ദൈവത്തെ ആരാധിക്കുന്നത് ആത്മാവിലും സത്യത്തിലുമായിരിക്കാം. വചനമെന്ന സത്യത്തെ ഉൾക്കൊള്ളുന്നതാണ് ആരാധന. വചനത്തെ പരിശുദ്ധാത്മാവിൻ്റെ വെളിപ്പാടിനാൽ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് പകരുമ്പോൾ, വചനത്തെ നമ്മൾ ഉൾക്കൊള്ളുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ദൈവത്തെ ഉൾക്കൊള്ളുന്നു. ആരാധന എന്ന് പറയുമ്പോൾ നമ്മൾ ദൈവത്തെ ഉൾക്കൊള്ളുന്നതാണ് ആരാധന. ഗ്ലോറി ടു ഗോഡ്. വചനത്തിലെ ജീവനാണ് പരിശുദ്ധാത്മാവ്. ഗ്ലോറി ടു ഗോഡ്. വചനം ദൈവമാകും. എഴുതപ്പെട്ട വചനം, അക്ഷരവചനം, വചനത്തിൽ നമ്മൾ കാണുന്നു അക്ഷരം കൊല്ലുന്നു. എന്താണ് അക്ഷരം കൊല്ലുന്നു എന്ന് പറയുന്നത്? ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ന്യായപ്രമാണ പ്രകാരം തന്നെ അത് അനുസരിക്കാത്ത പക്ഷം ആ അക്ഷരം, അതിൻ്റെ ന്യായവിധി എന്ത് ചെയ്യും? ഉണ്ടാകും. അക്ഷരം കൊല്ലുന്നു. എന്നാലോ ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തിയായ പരിശുദ്ധാത്മാവ് നമ്മെ എന്ത് ചെയ്യുന്നു? നിത്യതയിലേക്ക് നമ്മെ ജീവിപ്പിക്കുന്നു. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. അപ്പോൾ ദൈവവചന സത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ വചനത്തിൻ്റെ നിവൃത്തിയായ, വചനത്തിൻ്റെ നീതിയായ, വചനത്തിൻ്റെ ജീവനായ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തിൽ എന്ത് ചെയ്യുന്നു? വ്യാപരിക്കുമ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഉൾക്കൊള്ളുന്നു. അപ്പോൾ വചനത്തെ അതിൻ്റെ ജീവനോടുകൂടി ഉൾക്കൊള്ളുന്നതാണ് ആരാധന. ആത്മാവിലും സത്യത്തിലും ഉള്ള ആരാധന. ഗ്ലോറി ടു ഗോഡ്. വചനമെന്ന സത്യത്തെ ഉൾക്കൊള്ളുമ്പോൾ ആ വചനത്തിലെ ജീവനായ പരിശുദ്ധാത്മാവിനെ ആ വ്യക്തി എന്ത് ചെയ്യുന്നു? ഉൾക്കൊള്ളുന്നു. ഗ്ലോറി ടു ഗോഡ്. വചനം, എഴുതപ്പെട്ട വചനം നമ്മൾ ബുദ്ധി കൊണ്ട് അറിയുന്നതും ആത്മാവിൽ അറിയുന്നതും വ്യത്യാസമാണ്. ദൈവത്തെ അറിയുന്നതും
ദൈവത്തെ കുറിച്ചറിയുന്നതും വ്യത്യാസമാണ്. ദൈവത്തെ കുറിച്ചറിയണമെങ്കിൽ എഴുതപ്പെട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന വേദപുസ്തകം വായിക്കുമ്പോൾ ദൈവത്തെ കുറിച്ച് നമുക്കറിയാം. പക്ഷെ ദൈവത്തെ അറിയുന്നത് അതിനപ്പുറമാണ്. ദൈവത്തെ അറിയണമെങ്കിൽ ആത്മാവിനാൽ വീണ്ടും ജനനം പ്രാപിക്കണം. ഹല്ലേലൂയ. ദൈവാത്മാവിനാൽ വീണ്ടും ജനനം പ്രാപിക്കാത്ത ഒരു മനുഷ്യനും ആത്മാവായ ദൈവത്തെ അറിയുവാൻ, അനുഭവിപ്പാൻ സാധ്യമല്ല. ഗ്ലോറി ടു ഗോഡ്. മനുഷ്യന് ദേഹമുണ്ട്, ദേഹിയുണ്ട്, ആത്മാവുണ്ട്. ഹല്ലേലൂയ. കായികമായ അഭ്യാസം ചെയ്യാൻ കഴിവുള്ള ഒരാൾക്ക് കളിക്കളങ്ങളിൽ കായിക അഭ്യാസത്തിൽ എന്ത് ചെയ്യാം? ആയിരിക്കാം. ബുദ്ധിപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിയാവുന്നവർക്ക് ബുദ്ധിപരമായ ഒത്തിരി കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ കഴിയും. എന്നാലോ ദൈവത്തിൻ്റെ അടുക്കലേക്ക് കായികാഭ്യാസം കൊണ്ടോ ബുദ്ധിപരമായ കാര്യങ്ങൾ കൊണ്ടോ ദൈവസന്നിധിയിൽ ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ സാധിക്കത്തില്ല. ദൈവസന്നിധിയിൽ, ദൈവസഭയിൽ നമ്മളായിരിക്കുമ്പോൾ നമുക്ക് അത്യന്താപേക്ഷിതമായിരിക്കുന്നത് നമ്മുടെ ആത്മാവിനാൽ, ദൈവവചനത്താൽ നമുക്ക് ആ റീബർത്ത്, വീണ്ടും ജനനം നമുക്ക് ലഭിക്കാത്ത ഒരവസ്ഥയുണ്ടെങ്കിൽ ദൈവ സാന്നിധ്യം എന്ത് ചെയ്യാൻ പറ്റില്ല, അറിയാൻ പറ്റത്തില്ല. കായിക അഭ്യാസത്തിൽ നമുക്ക് കായികമായ കാര്യങ്ങൾ ചെയ്യാം, ബുദ്ധിപരമായ ഒത്തിരി കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. പക്ഷെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ കായികമായ കാര്യങ്ങൾ കൊണ്ടോ ബുദ്ധിപരമായ കാര്യങ്ങൾ കൊണ്ടോ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അവിടെയാണ് വിഷയം. ഗ്ലോറി ടു ഗോഡ്. വീണ്ടും ജനനത്താൽ അല്ലാതെ ദൈവത്തോട് ബന്ധം പുലർത്താൻ കഴിയത്തില്ല. നമ്മുടെ പഴയ മനുഷ്യന് ദൈവത്തോട് ബന്ധം പുലർത്താൻ കഴിയത്തില്ല. പുതുക്കം പ്രാപിക്കുന്ന പുതുമനുഷ്യന് മാത്രമേ ദൈവത്തോട് ബന്ധം പുലർത്താൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? പുതുക്കപ്പെടേണ്ടുന്ന ആവശ്യമെന്ന് പറയുന്നത്. ഇന്നലെ ഞാൻ പുതുക്കപ്പെട്ടു എന്ന് പറയുന്നത് കൊണ്ട് കാര്യമായില്ല. ഇന്നും ഞാൻ എന്ത് ചെയ്യണം? പുതുക്കപ്പെടണം. ഇന്ന് ഞാൻ പുതുക്കപ്പെടാത്ത പക്ഷം ഇന്ന് എനിക്ക് ദൈവത്തോട് ബന്ധം പുലർത്താൻ എന്ത് ചെയ്യത്തില്ല, കഴിയുകയില്ല. ഗ്ലോറി ടു ഗോഡ്. നാൾതോറും നമ്മുടെ പഴയ മനുഷ്യൻ നാൾതോറും തൻ്റെ കുരിശെടുത്തുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ നടക്കണം. ഇന്നലകളിൽ ഞാൻ എൻ്റെ കുരിശെടുത്ത് നടന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമായില്ല. നാൾതോറും എല്ലാ ദിവസവും നമുക്ക് എന്തുണ്ട്? കുരിശുണ്ട്. അപ്പോൾ നാൾതോറും കുരിശും എടുക്കണം. നാൾതോറും എന്ത് ചെയ്യണം? പുതുക്കപ്പെടുകയും വേണം. ആ പുതുക്കപ്പെടുന്ന ആത്മാവാണ് ദൈവത്തോട് എന്ത് ചെയ്യുന്നത്? ബന്ധം പുലർത്താൻ കഴിയുന്നത്. പുതുക്കപ്പെടാതിരിക്കുന്ന ഒരു മനുഷ്യൻ പഴയ മനുഷ്യനിലേക്ക് എന്ത് ചെയ്യും? പോവുകയും ദൈവം എന്നുള്ള ചിന്ത അവനിൽ നിന്ന് എന്ത് ചെയ്യും? നഷ്ടപ്പെട്ടു പോവുകയും ആത്മാവിൻ്റെ വ്യാപാരം ആ വ്യക്തിയിൽ നിന്ന് എന്ത് ചെയ്യും? അന്യപ്പെട്ടു പോവുകയും പിന്മാറ്റത്തിലേക്ക് പോവുകയും ചെയ്യും. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ ദൈവത്തെ അറിയുന്നതും ദൈവത്തെ കുറിച്ചറിയുന്നതും വ്യത്യാസമാണ്. ഗ്ലോറി ടു ഗോഡ്. ഇന്ന് ദൈവസന്നിധിയിൽ ദൈവത്തെ അറിയുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ജീവൻ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളങ്ങളിൽ എന്ത് ചെയ്യട്ടെ? ധാരാളമായി ആ പകർച്ച എന്ത് ചെയ്യട്ടെ? നൽകട്ടെ. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവും. ഹല്ലേലൂയ. വചനത്തിൽ എന്തുണ്ട്? ജീവൻ. വചനത്തിലെ ജീവനാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തിൽ വരുമ്പോൾ നമുക്കെന്തുണ്ട്? ജീവനുണ്ട്. പക്ഷേ ഈ ജീവൻ നമ്മിൽ ചൈതന്യമായി മാറാൻ തടസ്സമായിരിക്കുന്നത് എന്താണ്? പഴയ മനുഷ്യൻ. ഗ്ലോറി ടു ഗോഡ്. പഴയ മനുഷ്യൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന ജീവനെ ചൈതന്യമാക്കി കൊണ്ടുവരാൻ എന്ത് ചെയ്യത്തില്ല? അനുവദിക്കാതെ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാലുള്ള നവീകരണം ഒരു വ്യക്തിയിൽ സംഭവിക്കുമ്പോൾ ലഭിക്കപ്പെട്ട ജീവൻ ആ വ്യക്തിയിൽ എന്ത് ചെയ്യും? ചൈതന്യമായി വെളിപ്പെടും. ഉള്ളിൽ ജീവൻ, അതിൻ്റെ പ്രസരിപ്പ് എവിടെയാണ് വരേണ്ടത്? പുറത്താണ്. ഗ്ലോറി ടു ഗോഡ്. അകത്ത് ജീവൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ചൈതന്യം എന്ത് ചെയ്യണം? പുറത്തു വരണം. ചൈതന്യം നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ പ്രവൃത്തികളിൽ ദൈവത്തിൻ്റെ ചൈതന്യം എന്ത് ചെയ്യണം? വരണം. ഉള്ളിൽ മാത്രം ജീവനുണ്ട് എന്ന് പറയുന്നതിൽ പ്രസക്തി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് അത് വെളിച്ചമായിട്ട് എന്ത് ചെയ്യത്തില്ല? കാണാനോ അറിയാനോ അവർക്ക് ജീവൻ പ്രാപിക്കാനോ കഴിയത്തില്ല. അപ്പോൾ വചനം ഏറ്റെടുക്കുമ്പോൾ
വചനത്തിലെ ജീവനകത്തുണ്ട്. പക്ഷെ ആ ജീവനെ പുറത്തു കൊണ്ടുവരുവാൻ തടസ്സമായിരിക്കുന്ന പഴയ മനുഷ്യനൊരു പോരാട്ടം എന്ത് ചെയ്യും? ആ ലഭിച്ചിരിക്കുന്ന ജീവനോട് എന്ത് ചെയ്യും? ഈ പോരാട്ടം അവൻ ഉണ്ടാക്കും. ഹല്ലേലൂയ. എന്നാൽ അതിനെ അതിജീവിച്ചുകൊണ്ട് അകത്ത് ലഭിച്ചിരിക്കുന്ന ജീവൻ പുറത്ത് ചൈതന്യമായിട്ട് വരുമ്പോഴാണ് ആ വ്യക്തിയിലൂടെ ദൈവത്തിൻ്റെ മഹത്വം എന്ത് ചെയ്യുന്നത്? വെളിപ്പെടുന്നത്. അപ്പോൾ നമ്മൾ നിഷ്ഫലരായി തീരാതെ വണ്ണം ദൈവത്തിൻ്റെ തേജസ് വെളിപ്പെടുത്തുന്ന പറയിൻ കീഴ് വച്ചിരിക്കുന്ന അനുഭവമല്ല വിളക്ക്, അതിനെ കത്തിച്ച് എവിടെ തണ്ടിന്മീതെ വച്ചിരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങൾ കൊണ്ടുവരുവാൻ ഇടയായിത്തീരും. ഈ അന്ധകാരമുള്ള ലോകത്തിൽ കർത്താവിൻ്റെ തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുവാനും ആ കർത്താവിൻ്റെ അതേ പ്രതിബിംബം പ്രതിഫലിപ്പിക്കുവാൻ തക്കവണ്ണം ആ തേജസ് നൽകുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷം എന്നാണ് വചനം പറയുന്നത്. ആ തേജസ്സുള്ള സുവിശേഷം ശോഭിക്കാതിരിക്കുവാൻ ഈ ലോകത്തിൻ്റെ ദൈവം അഥവാ പിശാച് അവിശ്വാസികളുടെ മനസ്സിനെ എന്ത് ചെയ്യുന്നു? കുരുടാക്കി കളയുന്നു. കുരുടാക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിൻ്റെ പരിജ്ഞാനം, ഗ്ലോറി ടു ഗോഡ്, ഇരുളിൽ നിന്ന് വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് അരുളി ചെയ്ത ദൈവമാണ് നമ്മുടെ ഹൃദയത്തിൽ ആ മുഖത്തിലുള്ള ദൈവ തേജസ്സിൻ്റെ പരിജ്ഞാനത്തെ ഈ ലോകത്തിൽ വെളിപ്പെടുത്തുവാൻ നമ്മിൽ പ്രകാശിച്ചിരിക്കുന്നത് എന്നുള്ള സത്യം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ വരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിലും സത്യത്തിലും നമ്മൾ നിറയപ്പെടുവാൻ, വചനത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിപ്പാൻ, വചനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തെ ആരാധിപ്പാൻ, വചനമെന്ന സത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലനിന്നുകൊണ്ട് ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തിൻ്റെ ആത്മാവിനെ ഉൾക്കൊണ്ട് ദൈവത്തെ ആരാധിപ്പാൻ, ആ ജീവനെ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തെ ആരാധിപ്പാൻ, ആ ചൈതന്യത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമ്മുടെ ജീവിതങ്ങൾ എന്ത് ചെയ്യട്ടെ? സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമ്മൾ തുടർമാനമായി ചിന്തിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. ഗ്ലോറി ടു ഗോഡ്. നിത്യമായ ശിക്ഷാവിധിയിൽ നിന്ന് നമ്മെ രക്ഷിക്കേണ്ടുന്നതിന് കർത്താവായ യേശുക്രിസ്തു നമ്മുടെ ശാപങ്ങളും ശിക്ഷകളും സകല ന്യായപ്രമാണത്തിലുള്ള സകല ശിക്ഷാവിധികളിൽ നിന്നും ഹല്ലേലൂയ നമ്മെ രക്ഷിച്ച ക്രൂശിൻ്റെ വചനം. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ന്യായപ്രമാണത്തെ പൂർണ്ണമായും അനുസരിച്ചുകൊണ്ട് നീതീകരിച്ച് നിത്യജീവന് അവകാശം യേശുക്രിസ്തുവിലൂടെ തൻ്റെ പുനരുദ്ധാനത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നു? നമുക്ക് നൽകുമ്പോൾ ശിക്ഷാവിധിയിൽ നിന്നുള്ള രക്ഷ പ്രാപിപ്പാനുള്ള വിശ്വാസവും ന്യായപ്രമാണത്തെ അനുസരിച്ചാൽ ലഭിക്കുന്ന നിത്യജീവൻ. യേശുക്രിസ്തു ന്യായപ്രമാണത്തെ പൂർണ്ണമായിട്ട് എന്ത് ചെയ്തു? അനുസരിച്ചത് കൊണ്ട് തൻ്റെ ശരീരം മൂന്നാമത്തെ ദിവസം എന്ത് ചെയ്തു? പുനരുദ്ധാനം പ്രാപിച്ചു. ഹല്ലേലൂയ. മരണമുള്ള ശരീരത്തിൽ വന്ന വചനം, ഗ്ലോറി ടു ഗോഡ്. മരണമുള്ള ശരീരത്തിൽ വന്ന പരിശുദ്ധാത്മാവ്, മരണമുള്ള ശരീരത്തിൽ ജീവിച്ച ക്രിസ്തു ന്യായപ്രമാണത്തെ പൂർണ്ണമായും ആ ശരീരത്തിൽ എന്ത് ചെയ്തു? നിവർത്തിച്ചു, അനുസരിച്ചു. ന്യായപ്രമാണത്തിലെ രണ്ട് വശങ്ങൾ ജീവനും മരണവും. ഈ രണ്ട് വശങ്ങളും ക്രിസ്തുവിൽ എന്ത് ചെയ്തു? സംഭവിച്ചു. ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ സംഭവിച്ച മരണം എന്നുള്ളത് ക്രിസ്തുവിൽ പാപം ഉണ്ടായിരുന്നത് കൊണ്ടല്ല, നമ്മുടെ പാപം ക്രിസ്തു എന്ത് ചെയ്തു? വഹിച്ചത് കൊണ്ടാണ് ന്യായപ്രമാണ പ്രകാരമുള്ള ശിക്ഷാവിധിയായ മരണമെന്ന ശിക്ഷാവിധി എനിക്ക് പകരം യേശുവിൽ എന്ത് ചെയ്തത്? സംഭവിച്ചത്. അത് ഞാൻ എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുമ്പോൾ ശിക്ഷാവിധിയിൽ നിന്ന്, നിത്യമായ ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷ പ്രാപിക്കേണ്ടുന്നതിനുള്ള വിശ്വാസമാണ് ദൈവാത്മാവ് എനിക്ക് ക്രിസ്തുവിലൂടെ എന്ത് ചെയ്യുന്നത്? വെളിപ്പെടുത്തി തരുന്നതും. ഞാനത് വിശ്വസിക്കുമ്പോൾ ഞാൻ രക്ഷിക്കപ്പെടുന്ന അനുഭവം എന്ത് ചെയ്യുന്നു? ഉണ്ടാകുന്നു. നിത്യ നരകത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുന്ന അനുഭവം. ഗ്ലോറി ടു ഗോഡ്. ഈ ദുഷ്ടലോകത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുന്ന അനുഭവം ഉണ്ടാകുന്നു. പാപപങ്കുലമായ ജഡശരീരത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുന്ന അനുഭവം ഉണ്ടാകുന്നു. ആത്മാവിന് നിത്യരക്ഷ എന്നുള്ള അനുഭവം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നു. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. നമ്മുടെ ശരീരത്തിനൊരു വീണ്ടെടുപ്പ് ആവശ്യമാണ്. ശരീരത്തിനെ കുറിച്ചിട്ടുള്ളൊരു പുനരുത്ഥാനത്തിൻ്റെ വെളിച്ചം
യേശു ക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ക്രിസ്തുവിൽ ജനിച്ച് ക്രിസ്തുവിൽ ജീവിച്ച് ക്രിസ്തുവിൽ മരിക്കുന്നവർക്ക് പുനരുദ്ധാനമുണ്ട് എന്ന് കർത്താവ് പഠിപ്പിക്കുകയും കർത്താവ് തൻ്റെ ജീവിതത്തിൽ പുനരുദ്ധാനത്തെ തെളിയിച്ചുകൊണ്ട് കർത്താവ് 3-ാം ദിവസം എന്ത് ചെയ്തു? ഉയർത്തെഴുന്നേൽക്കുമ്പോൾ തന്നിൽ വിശ്വസിക്കുന്നവർക്കും അവർ ആയിരിക്കുന്ന ശരീരം തന്നെ കർത്താവിൻ്റെ കാഹളനാദത്തിങ്കൽ പുനരുദ്ധാനം സംഭവിക്കും എന്ന പഠനം പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും അതിൻ്റെ വഴികളെക്കുറിച്ച് കർത്താവ് പറഞ്ഞു കൊടുക്കുകയും മാത്രമല്ല, കർത്താവ് അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തു. കർത്താവ് അത് അങ്ങനെ തന്നെ കാണിച്ചു. ഗ്ലോറി ടു ഗോഡ്. ഇങ്ങനെ നിങ്ങൾക്കും പുനരുദ്ധാനം പ്രാപിക്കാം. ആദ്യ ഫലമായി മരണത്തിൽ നിന്ന് പുനരുദ്ധാനം പ്രാപിച്ച ആദ്യ ഫലമായി ക്രിസ്തു എന്ത് ചെയ്തു? ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഹല്ലേലൂയ. പിന്നെ ശേഷമുള്ള നമുക്ക് ആ പുനരുദ്ധാനം അവകാശമാക്കുവാൻ കഴിയും. അങ്ങനെ നിത്യനരകത്തിൽ നിന്ന് നിത്യജീവനിലേക്കുള്ള രക്ഷയും നമ്മൾ ആയിരിക്കുന്ന ശരീരത്തിൽ നിന്ന് വീണ്ടെടുപ്പിലൂടെ പുനരുദ്ധാനം പ്രാപിച്ച് എന്നേക്കുമായി ദൈവസന്നിധിയിൽ നിത്യതയിൽ കാണപ്പെടേണ്ടുന്നതിന് ദൈവം ഒരുക്കി നൽകിയ രക്ഷാപദ്ധതിയെക്കുറിച്ചും നീതീകരണ പദ്ധതികളെക്കുറിച്ചും ശുദ്ധീകരണ പദ്ധതികളെക്കുറിച്ചും പുനരുദ്ധാനത്തിൻ്റെ അനുഭവങ്ങളെക്കുറിച്ചും തേജസ്കരണത്തിൻ്റെ അനുഭവങ്ങളെക്കുറിച്ചും നിത്യമായ സിയോനിൽ ദൈവത്തോടുകൂടെ വാസം ചെയ്യേണ്ടുന്നതിന് ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് വെളിപ്പെടുത്തി നൽകിയിരിക്കുന്ന വചനങ്ങളെ, വചന സത്യങ്ങളെ, വചനത്തിൻ്റെ നിവൃത്തിയായ പരിശുദ്ധാത്മാവിനെ വചനത്തിൻ്റെ വെളിപ്പാടുകളെ ഉൾക്കൊള്ളുവാൻ ആ അറിയപ്പെട്ട വചനത്തിൽ നിലനിന്നുകൊണ്ട് ദൈവത്തെ ആരാധിപ്പാനാണ് ദൈവത്തിൻ്റെ മക്കൾ ഒരുമിച്ച് കൂടി വരേണ്ടിയെന്നതിൻ്റെ പ്രാധാന്യം. ഗ്ലോറി ടു ഗോഡ്. ബാക്കിയെല്ലാം മായയായി പോകുമ്പോൾ നിലനിൽക്കുന്നത് ഉത്തമമായ സമ്പത്ത് സ്വർഗത്തിലുണ്ട്. ഇവിടെ പുഴു തുരന്ന് മോഷ്ടിക്കുന്നതും തുരുമ്പ് കയറുന്നതും കള്ളന്മാർ മോഷ്ടിക്കുന്നതുമായ അനുഭവങ്ങളിൽ നിന്ന് നിങ്ങളുടെ നിക്ഷേപം സ്വർഗത്തിൽ, നിങ്ങളുടെ നിക്ഷേപം ദൈവം വച്ചുകൊള്ളുവിൻ. ഹല്ലേലൂയ. നിങ്ങളുടെ നിക്ഷേപം ഇരിക്കുന്നിടത്ത് നിങ്ങളുടെ ഹൃദയം ഇരിക്കും. ഹല്ലേലൂയ. നമ്മുടെ നിക്ഷേപം ആരാണ്? ക്രിസ്തുവാണ്. ഹല്ലേലൂയ. ക്രിസ്തു എവിടെ ആയിരിക്കുന്നുവോ അവിടെ ആയിരിക്കും നമ്മുടെ ഹൃദയം. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം കർത്താവായിരിക്കുന്നിടത്താണെങ്കിൽ കർത്താവായിരിക്കുന്നിടത്ത് നമ്മൾ ചേരും. കർത്താവിനെ അന്വേഷിക്കുന്നവർ അവനെ കണ്ടെത്തും. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ കർത്താവിനെ അന്വേഷിച്ച് എന്ത് ചെയ്യുന്നു? യാത്ര ചെയ്യുന്നു. മടുത്തു പോകരുത്. നമ്മളുടെ അന്വേഷണം മടുത്തു പോകരുത്. നമ്മളുടെ അന്വേഷണം പുരോഗമിക്കുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ അടുക്കൽ എത്തിച്ചേരും. ഗ്ലോറി ടു ഗോഡ്. കർത്താവിനെ അന്വേഷിക്കുന്നവർ കർത്താവിൻ്റെ അടുക്കൽ എത്തിച്ചേരും. കർത്താവിനെ അന്വേഷിച്ച് യാത്ര ചെയ്യുന്നവർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ അവർ കർത്താവിൻ്റെ അടുക്കൽ നിത്യമായി ചേർക്കപ്പെടും. ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മൾ കർത്താവിനെ അന്വേഷിക്കുമ്പോൾ വചനത്തിലൂടെ നമുക്ക് കർത്താവിനെ അറിയുവാൻ കഴിയും. വചനത്തിൻ്റെ നിവൃത്തിയായ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് കർത്താവിനെ അറിയുവാൻ കഴിയും. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. അങ്ങനെ നമ്മൾ അക്ഷരത്തിൻ്റെ പഴക്കത്തിലല്ല, ആത്മാവിൻ്റെ പുതുക്കത്തിൽ ദൈവത്തെ സേവിപ്പാൻ, സ്നേഹിപ്പാൻ, ആരാധിപ്പാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മളെന്ന് നമുക്ക് വ്യക്തമായ ബോധ്യം എന്ത് ചെയ്യണം? ഉണ്ടാകണം. ഹല്ലേലൂയ. റോമർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 7-ാമത്തെ അധ്യായത്തിൽ 6-ാം വാക്യത്തിൻ്റെ 2-ാം പകുതിയിലാണ് അക്ഷരത്തിൻ്റെ പഴക്കത്തിലല്ല, ആത്മാവിൻ്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കുന്നു. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ശിക്ഷാവിധികളിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിലൂടെ നാം ഒഴിവുള്ളവരായിരിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. ആ ശിക്ഷാവിധികളെല്ലാം കർത്താവായ യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ എന്ത് ചെയ്തു? ഏറ്റെടുത്തു. ഹല്ലേലൂയ. പ്രവൃത്തികളാലുള്ള നീതീകരണം യഹൂദജനം അന്വേഷിക്കുമ്പോൾ പുറംജാതിക്കാരായിരിക്കുന്നവർ യേശുക്രിസ്തുവിങ്കിലെ വിശ്വാസത്താലുള്ള രക്ഷയും വിശ്വാസത്താലുള്ള നീതീകരണവും എന്ത് ചെയ്യുന്നു? ഹല്ലേലൂയ, അന്വേഷിക്കുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ എല്ലാവരും രക്ഷയും നീതീകരണവും ശുദ്ധീകരണവും തേജസ്കരണവും പ്രാപിക്കുക എന്നുള്ള കാര്യങ്ങളല്ല എന്ത് ചെയ്യുന്നത്?
അന്വേഷിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ പരിശുദ്ധാത്മാവ് നമുക്ക് ആ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ബോധ്യം തരുമ്പോൾ പൗലോസ് പറഞ്ഞതുപോലെ ഈ കാണുന്നതെല്ലാം എന്താണ്? മായയാകുന്നു എന്നും ഈ കാണുന്നതെല്ലാം എന്താണ്? താൽക്കാലികമാണ് എന്നുള്ളത് കൊണ്ടും കാണാത്തതും നിലനിൽക്കുന്നതുമായ കാര്യങ്ങൾ ഹല്ലേലൂയ അതെന്ത് ചെയ്യണം? അന്വേഷിക്കാനും പ്രാപിക്കുവാനുമുള്ള താല്പര്യം നമുക്ക് ഉണ്ടാകണം. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ശ്രേഷ്ഠമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. റോമർക്കെഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ഗ്ലോറി ടു ഗോഡ്. ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ഉള്ളവർക്ക് ശിക്ഷാവിധിയില്ല. ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷ പ്രാപിക്കേണ്ടുന്നതിനായിരിക്കണം ക്രിസ്തുയേശുവിൽ നമ്മൾ ആയിരിക്കേണ്ടത്. പലപ്പോഴും ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുമ്പോൾ വിശ്വാസത്താൽ ലഭിക്കുന്ന കേവലം മറ്റു പല അനുഗ്രഹങ്ങൾ പ്രാപിക്കാനാണ് ആൾക്കാർക്ക് താല്പര്യം. ഇവിടെ വചനം വ്യക്തമായി പറയുന്നു, യേശുക്രിസ്തുവിലായിരിക്കുന്നവർക്ക് എന്തില്ല എന്നാണ്? ശിക്ഷാവിധിയില്ല. ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷ പ്രാപിക്കേണ്ടുന്നതിനായിരിക്കണം നമ്മൾ യേശുക്രിസ്തുവിൽ എന്ത് ചെയ്യാൻ? വിശ്വസിക്കേണ്ടിയതും നമ്മളായിരിക്കേണ്ടിയതും. നമ്മൾ അതാണ് എന്ത് ചെയ്യേണ്ടത്? അന്വേഷിക്കേണ്ടത്. ന്യായപ്രമാണത്തിൽ നിൽക്കുന്ന യഹൂദജനത്തിന് എന്തുണ്ട്? ന്യായപ്രമാണത്തിൽ തന്നെ എന്തുണ്ട്? ശിക്ഷാവിധിയുണ്ട്. ന്യായപ്രമാണം ലഭിക്കപ്പെട്ടിരിക്കുന്നവർക്ക് അതനുസരിക്കാത്ത പക്ഷം അതിൽ പറഞ്ഞിരിക്കുന്ന ശിക്ഷാവിധി അവർക്കുണ്ട്. പുറം ജാതികളായിരിക്കുന്നവർക്ക് ന്യായപ്രമാണം ദൈവം എന്ത് ചെയ്തിട്ടില്ല? കൊടുത്തിട്ടില്ല. ഹല്ലേലൂയ. പുറം ജാതികളായിരിക്കുന്നവരും ദൈവത്തിൻ്റെ പ്രവൃത്തിക്കകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു യഹൂദനും പുറം ജാതികളെയും ഒരുപോലെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ക്രൂശിൽ എന്ത് ചെയ്യുന്നത്? യാഗമായി തീരും. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ തൻ്റെ സ്വന്തം ജനത്തോടു കൂടി പറയുകയാണ്, ക്രിസ്തുയേശുവിൽ നിങ്ങളായിരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ശിക്ഷാവിധി ഇല്ല. യഹൂദജനം ന്യായപ്രമാണം ദൈവം അവർക്ക് കൊടുക്കുമ്പോൾ അവർ ഇരു കൈകളും നീട്ടി സ്വീകരിച്ചുകൊണ്ട് ന്യായപ്രമാണത്തെ അനുസരിക്കാൻ അവർ ബന്ധപ്പെടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ലോകപരമായിട്ടുള്ള നന്മകളും അനുഗ്രഹങ്ങൾ കിട്ടാനാണോ അവർ ബന്ധപ്പെടുന്നത്? അവർ ബന്ധപ്പെടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ശിക്ഷാവിധിയിൽ നിന്ന് എന്ത് ചെയ്യണം? രക്ഷ പ്രാപിക്കണം. ന്യായപ്രമാണം ലഭിച്ചവന് ബോധ്യമുണ്ട്, ദൈവം ന്യായപ്രമാണത്തിൽ കൊടുത്തിരിക്കുന്ന കാര്യം എന്താണ്? രണ്ട് കാര്യമാണ്. ജീവനും മരണവും ഞാൻ നിന്റെ മുമ്പിൽ വയ്ക്കുന്നു. അപ്പോൾ ലഭിച്ചവൻ എന്തുണ്ട്? ജീവനും മരണവും അതിലുണ്ടെന്നുള്ള കാര്യം അവനെന്തുണ്ട്? ബോധ്യമുണ്ട്. അപ്പോൾ അവൻ ന്യായപ്രമാണം അനുസരിച്ച് ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷ പ്രാപിക്കാനാണ് അവൻ എന്ത് ചെയ്യുന്നത്? ശ്രമിക്കുന്നത്. പക്ഷേ ന്യായപ്രമാണത്തിൽ തന്നെ എന്തില്ല? ജീവനില്ല. അതനുസരിക്കാനുള്ള ജീവനില്ല. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം എഴുതുമ്പോൾ മോശ ന്യായപ്രമാണവുമായി വന്നു, പ്രമാണം മാത്രമായിട്ടാണ് എന്ത് ചെയ്തത്? വന്നത്. എന്നാലോ ക്രിസ്തു കൃപയും സത്യവും നിറഞ്ഞവനായി വന്നു എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം അനുസരിക്കാനുള്ള കൃപയാണ് ആരിലിരുന്നത്? ക്രിസ്തുവിൽ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. കൃപയും സത്യവും നിറഞ്ഞവനായി വന്നു എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ശരീരത്തിൽ എന്തിൻ്റെ നിറവുണ്ടായിരുന്നു? വചനം. അവൻ വചനമാണ്. വചനം ജഡത്തിൽ വെളിപ്പെട്ടു. ഹല്ലേലൂയ. ആ വചനം നിവൃത്തിയായ പരിശുദ്ധാത്മാവും ആരിലുണ്ട്? ക്രിസ്തുവിലുണ്ട്. ന്യായപ്രമാണത്തിൽ എഴുതപ്പെട്ട വചനം എന്ത് ചെയ്യുന്നു? കൊടുക്കുമ്പോൾ അതനുസരിക്കാനുള്ള ശക്തി അവിടെ ഇല്ല. എന്നാൽ യേശുക്രിസ്തു വന്നപ്പോൾ അതനുസരിക്കുന്ന ശക്തി കൂടെ എന്ത് ചെയ്തു? ആത്മാവായി കർത്താവിൽ എന്ത് ചെയ്തു? അധിവസിച്ചിരുന്നു. ഗ്ലോറി ടു ഗോഡ്. കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ ന്യായപ്രമാണത്തെ അനുസരിച്ചുകൊണ്ട് പാർത്ത് കാണിച്ചു തന്നു. അത് കണ്ടപ്പോൾ ശിഷ്യന്മാർക്ക് ബോധ്യമായതെന്താണ്? ഏകദൈവത്തിൻ്റെ പ്രകാശം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രകാശം, ആ പുത്രത്വത്തിൻ്റെ പ്രകാശം അവരെന്ത് ചെയ്യുന്നു? ക്രിസ്തുവിൽ കാണുന്നു. യോഹന്നാൻ 1:14 വാക്യത്തിൽ വചനം ജഡമായി തീർന്നു. കണ്ടോ? വചനം. നമ്മൾ അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ വചനം ആരാണ്? ദൈവം. ആ ദൈവം എന്ത് ചെയ്തു? ജഡമായി തീർന്നു,
കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാപമുള്ള ജഡശരീരത്തിൽ, ഗ്ലോറി ടു ഗോഡ്, ഈ ലോകത്തിൽ എന്ത് ചെയ്യുന്നു? കർത്താവ് വെളിപ്പെടുന്നു. നമ്മെപ്പോലെ പാപമുള്ള ഒരു ജഡശരീരത്തിൽ കർത്താവ് എന്ത് ചെയ്യുന്നു? വെളിപ്പെടുന്നു. പക്ഷേ അവനിൽ പാപമില്ല, അവൻ പാപം അറിഞ്ഞിട്ടില്ല, അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ നിഷ്കളങ്കൻ, നിർദോഷി, പവിത്രമായവൻ. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് എന്തുകൊണ്ട് അങ്ങനത്തെ ഒരു അനുഭവത്തിൽ വന്നു എന്ന് ചോദിച്ചാൽ, കർത്താവിൽ അധിവസിച്ചിരുന്നത് പരിശുദ്ധാത്മാവ്. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഓർത്തുകൊള്ളുക, ഈ പരിശുദ്ധാത്മാവാണ് വിശ്വസിക്കുന്നവരിലേക്ക് എന്ത് ചെയ്യുന്നത്? പകർന്നു നൽകുന്നത് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യരുത്? മറക്കരുത്. ഹല്ലേലൂയ. അപ്പോൾ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ ന്യായപ്രമാണത്തെ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് ജീവിച്ച് കാണിച്ചു. അതാണ് നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് പറയുന്നത്. എല്ലാ മനുഷ്യരെയും പോലെ ഭക്ഷണവും കഴിച്ച് ജോലി ചെയ്ത് ഉണ്ടിറങ്ങി എന്നുള്ളതല്ല അവിടെ പറയുന്നത്. നമ്മുടെ ഇടയിൽ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ പൂർണ്ണമായും യേശുവിൻ്റെ ശരീരം അനുസരിച്ച് ജീവിച്ച് കാണിച്ചു. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. അത് കണ്ടപ്പോൾ ശിഷ്യന്മാർ കർത്താവിനെ അത് കാണുമ്പോൾ അവർ എന്താ ചെയ്യുന്നത്? ഞങ്ങൾ അവൻ്റെ തേജസ്, പിതാവിങ്കൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. എന്ത് തേജസ്സാണത്? ന്യായപ്രമാണത്തെ പൂർണ്ണമായി അനുസരിച്ച തേജസ്. ഗ്ലോറി ടു ഗോഡ്. അനുസരിക്കുന്നതിലൂടെ വെളിപ്പെടുന്ന ജീവന്റെ തേജസ്, പിതാവിങ്കൽ നിന്ന് വെളിപ്പെട്ട ഏകജാതനായവന്റെ തേജസ്സായി ഞങ്ങൾ കണ്ടു. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ ആയിരിക്കുന്ന വിശ്വാസികളായിരിക്കുന്നവർ യേശുവിനെ കാണേണ്ടത് എൻ്റെ നിത്യജീവന് വേണ്ടി കർത്താവ് ന്യായപ്രമാണത്തെ പൂർണ്ണമായി അനുസരിച്ച് ജീവിച്ച് കാണിച്ചു തന്ന തേജസ് വേണം എന്ത് ചെയ്യേണ്ടത്? കാണേണ്ടത്. ആ തേജസ് ഞങ്ങൾ കണ്ടു, ഞങ്ങൾ അവൻ്റെ ശബ്ദം കേട്ടു, ഞങ്ങൾ അവനെ തൊട്ടു. ആ ജീവൻ ഞങ്ങൾക്ക് എന്ത് ചെയ്തു? പ്രത്യക്ഷമായി. ഞങ്ങൾക്ക് ലഭിക്കേണ്ട നിത്യജീവൻ ക്രിസ്തുവിൽ ഞങ്ങൾ കണ്ടു. അത് ഞങ്ങളും പ്രാപിക്കാനാണ് എന്ത് ചെയ്യുന്നത്? ഞങ്ങളും ഓടുന്നത്. ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാട്ടെ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്ന് പൗലോസോടെ പറയുമ്പോൾ, യഹൂദജനം എങ്ങനെ നോക്കിയിട്ടും തൻ്റെ ശുശ്രൂഷ കൊണ്ട് അവരെ അക്ഷരത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് ക്രിസ്തുവിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? മെസ്സിഹയിലേക്ക് കൊണ്ടുവരാൻ എന്ത് ചെയ്യുന്നില്ല? കഴിയുന്നില്ല. യേശുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന സകല ശിക്ഷാവിധിയും നീക്കപ്പെട്ടു എന്ന് പ്രസംഗിച്ചിട്ടും യഹൂദജനം എന്ത് ചെയ്യുന്നില്ല? വിശ്വസിക്കുന്നില്ല. പുറംജാതികളായിട്ടുള്ളവർ യേശുവിനെ വിശ്വസിക്കുന്നതോ എന്തിനു വേണ്ടിയിട്ടാണ് അവർ വിശ്വസിക്കുന്നത്? കേവലം നശിച്ചു പോകുന്ന ഭൗമികമായ അനുഗ്രഹങ്ങൾ, രോഗസൗഖ്യത്തിന് വേണ്ടി, മെറ്റീരിയൽ ബ്ലെസ്സിങ്സിന് വേണ്ടി എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നു. നിത്യരക്ഷയ്ക്ക് വേണ്ടിയിട്ടോ നീതീകരണത്തിലൂടെ നിത്യജീവൻ അവകാശമാക്കാനായിട്ടോ ഉള്ള ലേഖനഭാഗങ്ങളിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുന്ന സത്യങ്ങൾ വിശ്വസിക്കാനോ ഉൾക്കൊള്ളാനോ കഴിയാതെ വണ്ണം പുറംജാതികളെയും എന്ത് ചെയ്യുന്നു? പിശാച് എന്ത് ചെയ്യുന്നു? കെട്ടിവെക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തമായ വെളിപ്പാട് ദൈവജനത്തിൻ്റെ മേൽ ദൈവം പകരാതെ ഈ അനുഭവത്തിൽ നിന്ന് യഹൂദനായാലും പുറംജാതിക്കാരായിരുന്നാലും രക്ഷ എന്നുള്ളത് അന്യമാണ്. അതാണ് അവിടെ പൗലോസ് പറയുന്നത്. ശിക്ഷാവിധിയിൽ നിന്ന് നീ രക്ഷ പ്രാപിക്കണമെങ്കിൽ യഹൂദനെ നീ ന്യായപ്രമാണത്തിൽ നിന്നാൽ എന്ത് ചെയ്യത്തില്ല? നിനക്ക് ആ ശിക്ഷയിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ നിന്റെ സ്വന്തം ശക്തി കൊണ്ട് എന്ത് ചെയ്യത്തില്ല? കഴിയത്തില്ല. ന്യായപ്രമാണത്തെ പൂർണ്ണമായി അനുസരിച്ച അതിലൂടെ നീതീകരണം, നിത്യജീവനിലേക്കുള്ള നീതീകരണം, ഹല്ലേലൂയ, ആ നീതീകരണം പ്രാപിച്ച ക്രിസ്തുവിൽ എന്ത് ചെയ്യണം? നീ വരണം. ഹല്ലേലൂയ. ഇപ്പോൾ നീ ക്രിസ്തുവേശുവിലാണ് ആയിരിക്കുന്നതെങ്കിൽ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ശിക്ഷാവിധിയും നിനക്ക് ബാധിക്കുകയില്ല. ഗ്ലോറി ടു ഗോഡ്. അതാണ്. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം കണ്ടോ? ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം. ഗ്ലോറി ടു ഗോഡ്. ജീവന്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിത്യജീവന്റെ ആത്മാവ്. ഗ്ലോറി ടു ഗോഡ്. പരിശുദ്ധാത്മാവ് എൻ്റെ നിത്യജീവന്റെ ആത്മാവ്.
നിത്യജീവന്റെ ആത്മാവിന് എന്തുണ്ട്? പ്രമാണം. ഗ്ലോറി ടു ഗോഡ്. എന്ത് പ്രമാണം? ന്യായപ്രമാണം. നിത്യജീവന്റെ ആത്മാവിന്റെ പ്രമാണം എന്ന് പറയാൻ കാരണം എന്താണ്? യേശു ക്രിസ്തു ന്യായപ്രമാണത്തെ പൂർണ്ണമായിട്ട് എന്ത് ചെയ്തു? അനുസരിച്ചപ്പോൾ യേശുവിൽ ഉണ്ടായിരുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ പരിശുദ്ധാത്മാവാണ് ന്യായപ്രമാണത്തിൻ്റെ ജീവൻ. ന്യായപ്രമാണത്തിൻ്റെ ജീവൻ എന്ന് പറഞ്ഞാൽ അത് ആർക്ക് അവകാശമാക്കാനുള്ളതാണ്? ദൈവം മനുഷ്യന് ന്യായപ്രമാണം കൊടുക്കുമ്പോൾ രണ്ട് കാര്യം പറഞ്ഞു. ജീവനും മരണവും ഞാൻ നിന്റെ മുമ്പിൽ വയ്ക്കുന്നു, നിനക്കെന്ത് ചെയ്യാം? തിരഞ്ഞെടുക്കാം. മനുഷ്യന് ന്യായപ്രമാണത്തെ അനുസരിക്കുവാൻ എന്ത് ചെയ്യുന്നില്ല, കഴിയാതെ പോകുന്നു. എന്നാൽ ക്രിസ്തു അതിന് പകരം എന്ത് ചെയ്യുന്നു? അനുസരിച്ചു. ന്യായപ്രമാണത്തിലെ ശിക്ഷാവിധിയും അവൻ്റെ മേലായി, നീതീകരണവും അവൻ്റെ മേലാണ്. ന്യായപ്രമാണം അനുസരിക്കാതെ വന്നാലുള്ള സകല ശിക്ഷാവിധിയും യേശുവിൻ്റെ മേലായി. ഹല്ലേലൂയ. ന്യായപ്രമാണം അനുസരിച്ചാൽ ലഭിക്കുന്ന നീതീകരണവും നീതീകരണത്തിനനന്തരം ലഭിക്കുന്ന ജീവൻ, എന്ത് ജീവൻ? നിത്യജീവൻ. അതും ക്രിസ്തുവിൽ എന്ത് ചെയ്യുന്നു? വെളിപ്പെടുന്നു. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ ഈ ജീവനാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? പകർന്നു നൽകുന്നത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെന്ന ജീവൻ നമ്മുടെ മേൽ എന്ത് ചെയ്യുന്നു? നമുക്ക് പകർന്നു നൽകുന്നു. ഗ്ലോറി ടു ഗോഡ്. പരിശുദ്ധാത്മാവിനാലാണ് മറിയയിൽ യേശു എന്ത് ചെയ്യുന്നത്? ഉരുവാകും. ഗ്ലോറി. പരിശുദ്ധാത്മാവിനാൽ മറിയയിൽ യേശു എന്ത് ചെയ്യുന്നു? ഉരുവാകുന്നു. അപ്പോൾ വചനം എന്ത് ചെയ്യുന്നു? ജഡത്തിൽ കൊണ്ടുവന്നതാണ് എന്ത്? പരിശുദ്ധാത്മാവ്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ എഴുതപ്പെട്ട വചനത്തെ നമ്മുടെ ആത്മതലത്തിലും വചനത്തെ കൊണ്ടുവരാൻ ആർക്ക് മാത്രമേ പറ്റത്തുള്ളൂ? പരിശുദ്ധാത്മാവ്. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞു, കായിക അഭ്യാസമുള്ളവർക്ക് കളിക്കളത്തിൽ എന്ത് ചെയ്യാം? നന്നായിട്ട് പെർഫോം ചെയ്യാം. ബുദ്ധിപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ളവർക്ക് ശാസ്ത്രമണ്ഡലങ്ങളിലോ മറ്റ് പല മേഖലകളിലോ വിദ്യാഭ്യാസ മേഖലകളിലോ ഒക്കെ എന്ത് ചെയ്യാം? ഉന്നതി എന്ത് ചെയ്യാം? പ്രാപിക്കാം. അവരുടെ പെർഫോമൻസ് അവിടെ എന്ത് ചെയ്യാം? തെളിയിക്കാം. പക്ഷേ ദൈവസന്നിധിയിൽ, ദൈവസഭയിൽ ഇതൊന്നും കൊണ്ടും എന്ത് ചെയ്തില്ല, യാതൊരു പ്രയോജനമില്ല. ആത്മാവിനാൽ വീണ്ടും ജനനം പ്രാപിക്കാതെ ദൈവസഭയിൽ നമുക്ക് ദൈവത്തിൽ നിന്നൊന്നും എന്ത് ചെയ്യത്തില്ല, പ്രാപിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് കായികമായ കാര്യങ്ങളും ബുദ്ധിപരമായ കാര്യങ്ങളും ഉള്ളവർ ആത്മപകർച്ച ലഭിക്കാതെ വരുമ്പോൾ അവർ ദൈവസഭയിൽ കാണിച്ചു കൂട്ടുന്ന കുഴപ്പങ്ങളാണ് പലയിടത്തും എന്ത് ചെയ്യുന്നത്, കാണുന്നത്. ദൈവസഭ കായികാഭ്യാസത്തിനുള്ളതല്ല. ദൈവസഭ അറിവിൻ്റെ കാര്യങ്ങൾ കൊണ്ട് കൈകാര്യം ചെയ്യാനുള്ളതല്ല. ദൈവത്തിൻ്റെ സഭ ദൈവത്തിൻ്റെ ആത്മാവിനാൽ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ദൈവം കൊടുക്കുന്ന കൃപകളും കൃപാവരങ്ങളും ചട്ടങ്ങളും പ്രമാണങ്ങളും ഉപദേശങ്ങളിലൂടെ ക്രിസ്തുയേശു ജീവനുള്ള കല്ലായി, മൂലക്കല്ലായി, ഹല്ലേലൂയ, നമ്മൾ ആ ജീവനിൽ നിന്ന് പ്രാപിച്ചുകൊണ്ട് കല്ലോട് കല്ല് ചേർന്ന് കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് പണിയപ്പെടുകയും ആത്മാവിൻ്റെ ഐക്യതയിൽ ദൈവസഭ ഹല്ലേലൂയ ദേശത്തിൽ കർത്താവിൻ്റെ മഹിമ വെളിപ്പെടുത്തുവാനുമാണ് ദൈവം ദൈവസഭയാക്കിയിരിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമം മഹത്വം എടുക്കുമാറാകട്ടെ. അപ്പോൾ വചനത്തെ ജഡത്തിൽ വെളിപ്പെടുത്തിക്കൊണ്ടുവന്നത് പരിശുദ്ധാത്മാവ്. മറിയയുടെ ഉള്ളിൽ യേശുവിനെ ഉരുവാക്കിയത് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനാൽ യേശു ഉരുവാകപ്പെട്ടു. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാമത്തെ അധ്യായം 13-14 വാക്യത്തിൽ വരുമ്പോൾ ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡീക ശുദ്ധി വരുത്തുന്നു എങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ ക്രൂശ് മരണം എന്തിനാൽ സംഭവിച്ചു എന്നാണ് ഇവിടെ വായിക്കുന്നത്? നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം. അപ്പോൾ ക്രൂശ് മരണം എന്തിനാൽ സംഭവിച്ചു? ദൈവത്തിൻ്റെ ആത്മാവിനാൽ. അതാണ് ആ വാക്യം, ശ്രദ്ധിച്ച് കേൾക്കണം. നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കും. ഒന്നാമത് നമ്മൾ ചിന്തിച്ചെന്താണ്? മറിയയുടെ ഉള്ളിൽ
ദൈവത്തിൻ്റെ വചനം ജഡത്തിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം യേശു കുഞ്ഞിനെ മറിയയുടെ ഉദരത്തിൽ ഉരുവാക്കിയത് പരിശുദ്ധാത്മാവ്. അതേ പരിശുദ്ധാത്മാവാണ് യേശുവിൻ്റെ ക്രൂശ് മരണത്തെയും എന്ത് ചെയ്യുന്നത്? ഒരുക്കുന്നത്. ഗ്ലോറി ടു ഗോഡ്. ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡികമായ ശുദ്ധിയാണ് എന്ത് ചെയ്യുന്നത്? വരുത്തുന്നത്. എങ്കിൽ നിത്യാത്മാവിനാൽ, കണ്ടോ, നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം. അപ്പൊ ക്രൂശീകരണം എന്തിനാൽ? നിത്യാത്മാവിനാൽ സംഭവിച്ചു. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? റോമർക്കെഴുതിയ 8-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ്. അപ്പൊ യേശുവിനെ ഉയർപ്പിച്ച ആത്മാവ് എന്താണ്? പരിശുദ്ധാത്മാവ്. വചനത്തെ ജഡത്തിൽ കൊണ്ടുവന്നത് എന്താത്മാവാണ്? പരിശുദ്ധാത്മാവ്. ക്രൂശ് മരണം എന്തിനാൽ സംഭവിച്ചു? നിത്യാത്മാവിനാൽ, പരിശുദ്ധാത്മാവിനാൽ സംഭവിച്ചു. യേശുവിൻ്റെ പുനരുദ്ധാനം എന്തിനാൽ സംഭവിച്ചു? പരിശുദ്ധാത്മാവിനാൽ. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ പ്രാപിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, വചനത്തെ ഉരുവാക്കിയ ആത്മാവ്. ക്രൂശ് മരണം ആത്മാവ് അനുഭവിച്ചിട്ടുണ്ട്. ക്രിസ്തുവിൽ അധിവസിച്ചിരുന്ന ആത്മാവ് ക്രൂശ് മരണം എന്ത് ചെയ്തു? അനുഭവിച്ചു. ഗ്ലോറി ടു ഗോഡ്. ക്രിസ്തുവിൽ അധിവസിച്ചിരുന്ന ആത്മാവ് പുനരുദ്ധാനം എന്ത് ചെയ്തു? അനുഭവിച്ചു. ദൈവത്തിൻ്റെ ആത്മാവ് പ്രാപിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, വചനത്തെ ജഡത്തിൽ കൊണ്ടുവന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. ക്രൂശ് മരണം ആത്മാവ് എന്ത് ചെയ്തിട്ടുണ്ട്? ആ അനുഭവം എന്ത് ചെയ്യുന്നു? പരിശുദ്ധാത്മാവിലുണ്ട്. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് മടക്കി വരുത്തിയവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. ഇതാണ് പരിശുദ്ധാത്മാവ്. വചനത്തെ ജഡത്തിൽ കൊണ്ടുവന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. നമ്മുടെ ശിക്ഷാവിധി പൂർണ്ണമായും ക്രൂശിൽ എന്ത് ചെയ്തു? ഏറ്റെടുത്തതാണ് പരിശുദ്ധാത്മാവ്. ക്രിസ്തുവിൻ്റെ ശരീരം, ഗ്ലോറി ടു ഗോഡ്, ന്യായപ്രമാണത്തെ അനുസരിച്ചുകൊണ്ട് ജീവിച്ചത് കൊണ്ട് അവൻ മണ്ണിൽ എന്ത് ചെയ്തു? മറവ് ചെയ്തെങ്കിലും വചനം പ്രമാണിക്കുന്നത് അവനാൽ എന്ത് ചെയ്യും? ജീവിക്കും എന്ന ദൈവത്തിൻ്റെ നീതി പ്രകാരം യേശുവിൻ്റെ ശരീരം 3-ാമത്തെ ദിവസം എന്ത് ചെയ്തു? ഉയർത്തെഴുന്നേറ്റു. അതാണ് ഞങ്ങളുടെ പ്രത്യാശ. ദാവീദിന്റെ കുലത്തിൽ നിന്ന് ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് പുനരുദ്ധാനം പ്രാപിച്ച ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു അത്രേ ഞങ്ങളുടെ സുവിശേഷം. പൗലോസ് പറയുന്നത് ക്രിസ്തു പുനരുദ്ധാനം പ്രാപിച്ചതാണ് ഞങ്ങളുടെ സുവിശേഷം. പുനരുദ്ധാനം പ്രാപിക്കുന്നതിന് മുമ്പുള്ള കാര്യങ്ങളല്ല ഞങ്ങളുടെ സുവിശേഷം. പുനരുദ്ധാനം പ്രാപിച്ചതിന് അനന്തരമുള്ള കാര്യമാണ് ഞങ്ങളുടെ സുവിശേഷം. ഒരു മനുഷ്യന് നിത്യജീവൻ അവകാശമാക്കുവാൻ യേശുക്രിസ്തുവിലൂടെ സാധ്യമാണ്. അത് സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണ്. അത് വിശ്വാസത്താൽ അവകാശമാക്കാൻ കഴിയും എന്ന് വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ് ഞങ്ങളുടെ സുവിശേഷം. സ്ത്രീയുടെ സന്തതിയായി മരിച്ച് അടക്കപ്പെട്ട് പുനരുദ്ധാനം പ്രാപിച്ചത് ഒരുവനേ ഉള്ളൂ. അവനെ ഞങ്ങൾ കണ്ടു, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ തൊട്ടുനോക്കി. ക്രൂശിക്കപ്പെടുന്നതിന് മുൻപ് ഞങ്ങൾ കണ്ടു, ക്രൂശിക്കപ്പെടുമ്പോൾ ഞങ്ങൾ കണ്ടു, പുനരുദ്ധാനം പ്രാപിച്ചതിന് ശേഷവും ഞങ്ങളുടെ കണ്ണുകൊണ്ട് അവനെ കണ്ടു. ഞങ്ങളുടെ സ്വന്തം കൈ അവനെ തൊട്ടുനോക്കി. ആ ശബ്ദം ഞങ്ങൾ കേട്ടു. ഞങ്ങളോട് കൂടെ ജീവിച്ചിരുന്നവൻ, ഞങ്ങളുടെ ഇടയിൽ വെച്ച് ക്രൂശിക്കപ്പെട്ടവൻ, ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പുനരുദ്ധാനം പ്രാപിച്ച് ഞങ്ങളുടെ ഇടയിലേക്ക് വീണ്ടും ഇറങ്ങി വന്നത് ഞങ്ങളുടെ നിത്യജീവനാണ്. നീ ജീവൻ ഞങ്ങൾക്ക് എന്ത് ചെയ്തു? പ്രത്യക്ഷമായിരിക്കുന്നു. ഇത് നിങ്ങളോട് എന്ത് ചെയ്യുന്നു? അറിയിക്കുന്നു. പൗലോസ് അതാ പറഞ്ഞത്, നിങ്ങൾ ന്യായപ്രമാണത്തിൽ തന്നെ നിങ്ങൾ ഇപ്പോഴും ആയിരുന്നാൽ നിങ്ങൾക്ക് ശിക്ഷാവിധിയുണ്ട്. എന്നാൽ നിങ്ങളുടെ ശിക്ഷാവിധി ഏറ്റെടുത്ത യേശുവിൽ എന്ത് ചെയ്യണം? നിങ്ങൾ വരണം. ഇപ്പോൾ നിങ്ങൾ എവിടെയായിരിക്കുന്നു? ക്രിസ്തുവിലാണോ? അതാണ് ആ 8-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ വായിച്ചത്. ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ഉള്ളവർക്ക് ശിക്ഷാവിധിയില്ല. എൻ്റെ ചോദ്യം ഇതാണ്, ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷ പ്രാപിക്കാനാണോ വിശ്വാസികൾ ക്രിസ്തുവിലായിരിക്കുന്നത്? കേവലം ഭൗമികമായ നശിച്ചു പോകുന്ന ചില നന്മകൾ, അനുഗ്രഹങ്ങൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ ആണ് ക്രിസ്തുവിലായിരിക്കുന്നതെങ്കിൽ നിന്റെ ആത്മാവിൻ്റെ രക്ഷ അന്യമാണ്. ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷ പ്രാപിക്കാനുള്ള വിശ്വാസമാണ് എന്ത് ചെയ്യേണ്ടത്?
ഉണ്ടാകേണ്ടി വരും. സ്വത്രം. കാര്യം മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ വചനത്തെ ജഡത്തിൽ കൊണ്ടുവന്നു. ഗ്ലോറി ടു ഗോഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധ നിത്യാത്മാവിനാൽ തന്നെത്താൻ ക്രൂശിൽ എന്ത് ചെയ്തു? എൻ്റെ ശാപങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ടു. ദൈവത്തിൻ്റെ ആത്മാവിനാലാണ് ക്രിസ്തു അത് ചെയ്യുന്നത്. ഹല്ലേലൂയ. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവൻ്റെ ആത്മാവ്, അതാണ് ദൈവത്തിൻ്റെ ആത്മാവ്. ഈ ആത്മാവിനാണ് ഇവിടെ പറയുന്നത് ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം. അപ്പോൾ ദൈവാത്മാവിന് എന്തുണ്ട്? പ്രമാണം. എന്ത് പ്രമാണം? ന്യായപ്രമാണം. മനുഷ്യന് അസാധ്യമായിരുന്നത് ദൈവത്തിന് സാധ്യമായി തീർന്നു. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായിരുന്നു. ആ ജഡരക്തങ്ങളോട് കൂടിയവരായിരുന്നവരെ അതിൻ്റെ സകല ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷിക്കാൻ കർത്താവ് എന്ത് ചെയ്യുന്നു? അവനും ജഡരക്തത്തിൽ എന്ത് ചെയ്തു? വെളിപ്പെട്ടു വന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട്. എന്താണ് അവിടെ മക്കൾ എന്നുള്ള പദം? അവനിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട, ഏദൻ തോട്ടത്തിൽ പിതാവാം ദൈവത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെപ്പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ചു. ജീവപര്യന്തം മനുഷ്യൻ ഭയപ്പെടുന്ന ഒരു കാര്യമാണെന്ത്? മരണം. മരണമെന്നുള്ള ഭയത്തെ മനുഷ്യനിൽ നിന്ന് എടുത്തു കളഞ്ഞ ഒരുവനുണ്ടെങ്കിൽ അത് ക്രിസ്തു മാത്രമാണ്. കാരണം ക്രിസ്തു മാത്രമാണ് ശരീരത്തിൽ ഈ ലോകത്തിൽ എന്ത് ചെയ്തു? വെളിപ്പെട്ട് ന്യായപ്രമാണത്തെ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് നിത്യജീവനിൽ എന്ത് ചെയ്തത്? ആ ശരീരം പുനരുദ്ധാനം പ്രാപിച്ചു. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ശ്രേഷ്ഠമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം. ഈ പ്രമാണം, ഗ്ലോറി ടു ഗോഡ്, 7-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ചില ഭാഗങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചതാണ്. ഹല്ലേലൂയ. ബുദ്ധിയുടെ പ്രമാണം, പാപത്തിൻ്റെ പ്രമാണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയില്ലാതെ ന്യായപ്രമാണം എന്ത് ചെയ്യാൻ പറ്റില്ല? അനുസരിക്കാൻ കഴിയില്ല. അതെന്നെ എന്ത് ചെയ്യുന്നു? വീണ്ടും പാപത്തിലേക്ക് എന്ത് ചെയ്യുന്നു? എന്നെ ബദ്ധനാക്കി കളയുന്നു. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. പഴയ മനുഷ്യൻ പുതുമനുഷ്യൻ എന്നുള്ള അനുഭവം, ഇവ തമ്മിൽ എന്തുണ്ട്? പോരാട്ടമാണ്. ഹല്ലേലൂയ. ന്യായപ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവിലേക്ക് എന്ത് ചെയ്യണം? വരണം. അതിനൊരു മരണം സംഭവിച്ചിട്ടല്ലാതെ ക്രിസ്തുവിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വരാൻ സാധിക്കത്തില്ല. ആ മരണമാണ് കാൽവറി ക്രൂസിൽ എന്ത് ചെയ്തത്? സംഭവിച്ചത്. പഴയ മനുഷ്യനിൽ നിന്ന് പുതുമനുഷ്യനിലേക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യണം? മരണം സംഭവിക്കണം. അതും എവിടെ സംഭവിച്ചു? കാൽവറി ക്രൂസിൽ. പ്രിയമുള്ളവരെ, ന്യായപ്രമാണത്തിൽ നിന്ന് ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണത്തിൽ വരണമെങ്കിൽ ക്രൂസ് മരണത്തിലൂടെ അല്ലാതെ സാധ്യമല്ല. ഗ്ലോറി ടു ഗോഡ്. പഴയ മനുഷ്യനിൽ നിന്ന് പുതുമനുഷ്യനിലേക്ക് വരണമെങ്കിൽ ക്രൂസ് മരണത്തിലൂടെ സാധ്യമല്ല. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ന്യായപ്രമാണത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാനാണോ ഹല്ലേലൂയ ക്രൂസ് മരണത്തെ വിശ്വസിക്കുന്നത്? ക്രൂസ് മരണത്തെ വിശ്വസിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യായപ്രമാണത്തിലെ ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷ പ്രാപിക്കാനാണോ ക്രൂസ് മരണം വിശ്വസിക്കുന്നത്? ഗ്ലോറി ടു ഗോഡ്. രണ്ടാമത്, ന്യായപ്രമാണത്തിലെ നീതീകരണത്തിലൂടെ അല്ലാതെ നിത്യജീവൻ അവകാശമാക്കാൻ പറ്റത്തില്ല. അതിനാണോ യേശുവിൻ്റെ പുനരുദ്ധാനത്തെ വിശ്വസിക്കുന്നത്? ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ ക്രൂസ് മരണം എന്ത് ചെയ്യണം? വിശ്വസിക്കണം. ന്യായപ്രമാണം അനുസരിച്ചാൽ ലഭിക്കുന്ന നിത്യജീവൻ ലഭിക്കണമെങ്കിൽ ന്യായപ്രമാണം അനുസരിച്ച ക്രിസ്തുവിനെ, ആ അനുസരണത്തിലൂടെ കർത്താവ് എന്ത് ചെയ്തു? പുനരുദ്ധാനം പ്രാപിച്ച ആ പുനരുദ്ധാനത്തെ ഞാൻ വിശ്വസിക്കുമ്പോൾ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന നീതീകരണം എനിക്ക് എന്ത് ചെയ്യണം? ലഭിക്കണം. അപ്പോൾ വിശ്വാസത്തിന് 2 കാര്യം അവകാശമാക്കാൻ എന്ത് ചെയ്യും? കഴിയും. 1, ശിക്ഷാവിധിയിൽ നിന്നുള്ള രക്ഷ അവകാശമാക്കാൻ കഴിയും. 2, നീതീകരണത്തിലൂടെ നിത്യജീവൻ അവകാശമാക്കാൻ കഴിയും. ഇത് ബലാത്കാരം ചെയ്യാനായിരിക്കണം വിശ്വാസികൾ എന്ത് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. രക്ഷ, ഗ്ലോറി ടു ഗോഡ്. നീതീകരണം, ഗ്ലോറി ടു ഗോഡ്. ഇത് നമ്മൾ അവകാശമാക്കാം. അപ്പോൾ ന്യായപ്രമാണത്തിൻ്റെ സകല ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷ പ്രാപിക്കണമെങ്കിൽ ക്രിസ്തുവിൻ്റെ മരണത്താലല്ലാതെ ഹല്ലേലൂയ ആ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണത്തിൽ പ്രവേശിക്കാൻ കഴിയത്തില്ല. പഴയ മനുഷ്യൻ്റെ വിഷയം എന്താണ്?
ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്നു, പാപത്തിൻ്റെ പ്രമാണത്തോട് പോരാടുന്നു. നന്മ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന എനിക്ക് തിന്മ എൻ്റെ പക്കൽ ഉണ്ട് എന്നുള്ളൊരു തിന്മയുടെ പ്രമാണം എന്നൊരു പ്രമാണം ഞാൻ എന്നിൽ എന്ത് ചെയ്യുന്നു? കാണുന്നു. അപ്പോൾ ഈ പ്രമാണങ്ങളെല്ലാം കൂടെ തന്നെ എന്താ? പോരാട്ടം. പ്രിയമുള്ളവരെ, ആ പദപ്രയോഗം ശ്രദ്ധിക്കണം. ലോയാണ്, ലോ, പ്രമാണങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ്. ദൈവത്തിൻ്റെ ന്യായപ്രമാണം, ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം, പാപത്തിൻ്റെ പ്രമാണം, വിശുദ്ധിയുടെ പ്രമാണം, ഗ്ലോറി ടു ഗോഡ്, തിന്മയുടെ പ്രമാണം, നന്മയുടെ പ്രമാണം. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. ഇന്ന് ആൾക്കാർക്ക് പോരാട്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ചില കാര്യങ്ങൾ ആഗ്രഹമുണ്ട്, അതെല്ലാം ആരെ കയ്യിലിരിക്കുന്നു? സാത്താൻ്റെ കയ്യിലിരിക്കുന്നു. അത് ലഭിക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? പോരാടുന്നു, പോരാടി പിടിച്ചു വാങ്ങിക്കുക. ഹല്ലേലൂയ. ഇതെല്ലാം ആരവകാശപ്പെട്ട് വച്ചിരിക്കുകയാണ്? സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കും. ലോകവും ലോകത്തിൻ്റെ സകല മോഹവും ആർക്ക് അധീനപ്പെട്ടിരിക്കുന്നു? പിശാചിലിരിക്കുന്നു. കർത്താവിൻ്റെ അടുക്കൽ പിശാച് വന്നിട്ട് പറഞ്ഞു, എന്താ? നീ എന്നെ ഒന്ന് നമസ്കരിച്ച് കഴിഞ്ഞാൽ ഈ മഹിമയെല്ലാം ഞാൻ നിനക്ക് എന്ത് ചെയ്യാം? തിരിച്ചു തരാം. ഹല്ലേലൂയ. അപ്പോൾ ഈ പോരാട്ടങ്ങൾ എന്ത് ചെയ്യുന്നു? ഗ്ലോറി ടു എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക, പ്രമാണം തമ്മിലുള്ള പോരാട്ടമാണ്. ഇങ്ങനെ പോരാട്ടം വല്ലതും വിശ്വാസികളുടെ ജീവിതത്തിലുണ്ടോ? നന്മ ചെയ്യാൻ ഇച്ഛിക്കുന്ന എനിക്ക് തിന്മ എന്നൊരു പോരാട്ടം എന്നിൽ കാണുന്നു. എൻ്റെ അവയവങ്ങളിൽ പോരാടുന്ന പോരാട്ടം. ഹല്ലേലൂയ. ബുദ്ധിയോട് പോരാടുന്ന പോരാട്ടം. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. പാപത്തിൻ്റെ പ്രമാണം എന്നൊരു പ്രമാണം. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള പോരാട്ടം. ഈ പോരാട്ടങ്ങൾ ആണ് എന്താ പൗലോസ് ഇവിടെ പറയുന്നത്. എന്നിട്ട് പൗലോസ് വിളിക്കുകയാണ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിനധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും. ഒരു തൊട്ടടുത്ത് പറഞ്ഞാൽ, യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. പാപത്തിൻ്റെ പ്രമാണത്തിൽ നിന്ന് എനിക്ക് എന്ത് ചെയ്തിരിക്കുന്നു? യേശുക്രിസ്തുവിലൂടെ വിടുതൽ ലഭിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ ദൈവസന്നിധിയിൽ വരുമ്പോൾ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ എന്ത് ചെയ്യണം? സ്വാതന്ത്ര്യം ലഭിക്കണം. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ ലഭിക്കപ്പെട്ട ജീവൻ്റെ ആത്മാവിൽ എന്തിരിക്കുന്നു? വചനത്തെ ജഡത്തിൽ വെളിപ്പെടുത്തിയ ആത്മാവാണ് ജീവൻ്റെ ആത്മാവ്. ഗ്ലോറി ടു ഗോഡ്. യേശുവിൻ്റെ ക്രൂശ് മരണത്തെ, ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ, നിത്യാത്മാവിനാൽ തൻ്റെ ക്രൂശ് മരണം എന്ത് ചെയ്ത് സംഭവിച്ചത്. അപ്പോൾ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സത്യങ്ങൾ എൻ്റെ ഉള്ളത്തിലേക്ക് എന്ത് ചെയ്യും? കൊണ്ടുവരും. വചനത്തെ കൊണ്ടുവരും. ക്രൂശിൽ സംഭവിച്ച സകല കാര്യങ്ങളെയും എൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യും? കൊണ്ടുവരും. ഗ്ലോറി ടു ഗോഡ്. യേശുവിൻ്റെ ശരീരത്തിൽ സംഭവിച്ച പുനരുത്ഥാനം, ആ പുനരുത്ഥാനത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളത്തിൽ കൊണ്ടുവരും. വചനത്തിൻ്റെ ശക്തി കൊണ്ടുവരും. ക്രൂശിലെ ശക്തി, ഗ്ലോറി ടു ഗോഡ്, ആ വിടുതലിൻ്റെ രക്ഷയുടെ ശക്തി കൊണ്ടുവരുന്നു. പുനരുത്ഥാനത്തിൻ്റെ ശക്തി നമ്മിൽ കൊണ്ടുവരുന്നു. ജീവൻ്റെ ആത്മാവ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ശ്രേഷ്ഠമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം, പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ആമേൻ. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം, പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ എന്ത് ചെയ്തിരിക്കുന്നു? സ്വാതന്ത്ര്യം. ഗ്ലോറി ടു ഗോഡ്. ഈ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എന്ന് പറയുന്നത് ന്യായപ്രമാണത്തെ പൂർണ്ണമായും അനുസരിച്ചപ്പോൾ ക്രിസ്തുവിൽ അധിവസിച്ചിരുന്ന ആത്മാവാണ് ജീവൻ്റെ ആത്മാവ്. എന്ത് ജീവൻ്റെ ആത്മാവ്? നിത്യജീവൻ്റെ ആത്മാവ്. എന്തുകൊണ്ട് നിത്യജീവൻ്റെ ആത്മാവ് എന്ന് പറയുന്നു? ന്യായപ്രമാണത്തെ പൂർണ്ണമായും അനുസരിക്കാതെ മനുഷ്യൻ ജീവനിൽ കടക്കുകയില്ല എന്നാണ് പ്രമാണത്തിൽ എന്ത് ചെയ്യുക? ദൈവം കൊടുത്തത്. ജീവനും മരണവും. എന്ത് ജീവൻ, എന്ത് മരണം? നിത്യജീവനും രണ്ടാം മരണം നിത്യമരണവും. ഇതെന്തിൽ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു? ന്യായപ്രമാണത്തിൽ. ന്യായപ്രമാണ പ്രകാരം ഒരു ജഡവും എന്ത് ചെയ്തില്ല? നീതീകരിക്കപ്പെട്ടില്ല. അങ്ങനെ എല്ലാവരും, സകല മനുഷ്യൻ ന്യായപ്രമാണത്തിൻ്റെ കീഴ് എന്ത് ചെയ്തു? അടയ്ക്കപ്പെടുമ്പോൾ ഒരുവൻ ന്യായപ്രമാണത്തിൻ്റെ മുകളിൽ വന്നു. അവൻ ഈ മണ്ണിൽ നിന്നും പുറത്തു വന്നു. എല്ലാ മനുഷ്യനും മരിച്ച് മണ്ണിൽ അകപ്പെട്ടു പോകുമ്പോൾ ഈ മണ്ണിൻ്റെ മുകളിൽ വീണ്ടും നടന്ന ഒരുവനുണ്ട്. അവനാണ് ഞങ്ങളുടെ സുവിശേഷം. ഗ്ലോറി ടു ഗോഡ്. ആ സുവിശേഷം, ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് എന്ത് വരുത്തിയിരിക്കുന്നു?
പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഈ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണം എന്ന് പറഞ്ഞാൽ എന്താ? പരിശുദ്ധാത്മാവ് ലഭിക്കാതെ ന്യായപ്രമാണം അനുസരിക്കാൻ ആർക്കും തന്നെ എന്ത് ചെയ്യത്തില്ല, കഴിയത്തില്ല. അപ്പോൾ ആ പ്രമാണം എനിക്ക് എന്തായി മാറും? പാപത്തിൻ്റെ പ്രമാണമായി മാറും. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. അത് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട് 9-ാമത്തെ വാക്യം, ഞാൻ ഒരു കാലത്ത് ന്യായപ്രമാണം കൂടാതെ ജീവിച്ചിരുന്നു, എന്നാൽ കൽപ്പന വന്നപ്പോൾ പാപം വീണ്ടും ജീവിക്കുകയും ഞാൻ മരിക്കുകയും ചെയ്തു. കൽപ്പന വന്നപ്പോഴാണ് ഈ കൽപ്പനയെ പറഞ്ഞിരിക്കുന്ന പാപം എന്താണെന്ന് എന്ത് ചെയ്തത്? മനസ്സിലായത്. കൽപ്പനകൾ മനസ്സിലാവാതിരുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല? പാപം എന്താണെന്ന് മനസ്സിലാകത്തില്ല. ഇങ്ങനെ ജീവനായി ലഭിച്ചിരിക്കുന്ന കൽപ്പന എനിക്ക് മരണഹേതുവായി തീർന്നു. ദൈവം കൊടുത്ത എന്തിനു വേണ്ടിയിട്ടാണ്? ജീവൻ ലഭിക്കാൻ. എന്ത് ജീവൻ? നിത്യജീവന് വേണ്ടി എനിക്ക് ലഭിച്ചിരിക്കുന്ന കൽപ്പന എനിക്ക് എന്ത് കാരണമാക്കി തീർത്തു? മരണത്തിന് കാരണമാക്കി തീർത്തു. നിത്യജീവന് വേണ്ടി ലഭിച്ച ന്യായപ്രമാണം മരണത്തിന് കാരണമാക്കി എന്ത് ചെയ്തു? തീർത്തു. 11-ാമത്തെ വാക്യത്തിൽ അതിൻ്റെ കാരണം പറയുന്നു. പാപം അവസരം ലഭിച്ചിട്ട്, കണ്ടോ പദം കണ്ടോ? അവസരം. പാപത്തിന് എന്ത് വേണം? അവസരം. അവസരം നോക്കിയിരിക്കുന്ന ഒരുവനുണ്ട്. ആരാണെന്നറിയോ? സാത്താൻ. എന്തിനെ കുത്തി നിറയ്ക്കാൻ? പാപത്തെ കുത്തി നിറയ്ക്കാൻ. ഗ്ലോറി ടു ഗോഡ്. എന്താണ് അതിൻ്റെ പുറകിൽ ലക്ഷ്യം? നിന്റെ ആത്മാവിനെ നിത്യമായി നരകത്തിൽ കൊണ്ടെത്തിക്കുക. പാപം കൽപ്പന ലഭിച്ചവൻ്റെ കാര്യമാണ്. നിത്യജീവൻ്റെ കൽപ്പന ലഭിച്ചവന് പാപം എന്ത് ചെയ്യുന്നു? അവസരം നോക്കിയിട്ട് കൽപ്പനയാൽ എന്ത് ചെയ്യുന്നു? എന്നെ ചതിക്കുകയും കൊല്ലുകയും ചെയ്യും. അപ്പോൾ ന്യായപ്രമാണമല്ല എന്ത് ചെയ്തത്? ചതിക്കുകയും കൊല്ലുകയും ചെയ്ത്. ന്യായപ്രമാണത്താൽ പാപബോധം എന്ത് ചെയ്തു? ഉണ്ടായി. പക്ഷെ അതനുസരിക്കാൻ അല്ലെങ്കിൽ ചെറുത്ത് നിൽക്കാനുള്ള ശക്തി, ജീവൻ്റെ ശക്തി പരിശുദ്ധാത്മാവ് ന്യായപ്രമാണം കൊടുക്കുമ്പോൾ ഇല്ല. പക്ഷെ യേശുവിൽ അതൊന്നും ഉണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പൗലോസ് അതിനെ വെളിപ്പെടുത്തുകയാണ്. നിത്യജീവന് വേണ്ടി ലഭിച്ചിരുന്ന കൽപ്പന എനിക്ക് മരണഹേതുവായി തീർന്നു എന്ന് ഞാൻ കണ്ടു, ഞാൻ മനസ്സിലാക്കി. അതെന്താണ് അതിൻ്റെ പുറകിലെ കാരണം? പാപം അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നെ ചതിക്കുകയും കൊല്ലുകയും ചെയ്തു. എവിടെ നിന്ന്? ദൈവസന്നിധിയിൽ ദൈവത്തെ അറിയാതെ വണ്ണം എന്ത് ചെയ്തു? എന്നെ കൊന്നു. മനുഷ്യൻ ഫിസിക്കലി എന്ത് ചെയ്യുന്നുണ്ട്? ജീവിച്ചിരിപ്പുണ്ട്. പക്ഷെ അവൻ്റെ അടുക്കലായിരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം അവന് തിരിച്ചറിയാൻ കഴിയാതെ വണ്ണം അവൻ്റെ ആത്മമണ്ഡലത്തെ കൊന്നു. ഗ്ലോറി ടു ഗോഡ്. ആകയാൽ ന്യായപ്രമാണം വിശുദ്ധം, കൽപ്പന വിശുദ്ധവും ന്യായവും തന്നെ. എന്നാൽ നന്മയായുള്ളത് എന്താണ്? നന്മയായുള്ളതെന്ന് പറയുന്നത് ന്യായപ്രമാണം. നന്മയായുള്ളത് എനിക്ക് മരണകാരണമായി തീർന്നു എന്നോ ഒരു നാളും അരുത്. പാപം അത്രേ മരണകാരണമായി തീർന്നത്. ഇപ്പൊ ന്യായപ്രമാണം വിശുദ്ധമാണ്, പക്ഷെ പാപമാണ് എന്ത് ചെയ്യുന്നത്? മരണകാരണമായി തീർന്നു. ഗ്ലോറി ടു ഗോഡ്. പാപത്തെ ചെറുത്ത് നിൽക്കാനുള്ള ശക്തി ഇല്ലാത്തത് കൊണ്ട് കർത്താവ് എന്ത് ചെയ്യുന്നു? ഈ വചനത്തെ ജഡത്തിൽ കൊണ്ടുവന്ന ആത്മാവ്, വചനത്തെ ജീവനായി വെളിപ്പെടുത്തിയ ആത്മാവ്, എൻ്റെ ശിക്ഷാവിധി ഏറ്റെടുത്ത ദൈവത്തിൻ്റെ ആത്മാവ് ക്രൂശിൽ, എൻ്റെ കൂടിയുള്ള പുനരുദ്ധാനം പ്രാപിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ്, ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം, ഈ പറയപ്പെട്ട സകല പോരാട്ടങ്ങൾക്ക് മകളിൽ എന്ത് പോരാട്ടം? പ്രമാണങ്ങൾ തമ്മിലുള്ള പോരാട്ടം. അവയവങ്ങളിൽ പോരാടുന്ന പ്രമാണങ്ങൾ തമ്മിലുള്ള പോരാട്ടം, അല്ലെ? അനീതിയുടെ പ്രമാണത്തിൻ്റെ പോരാട്ടം, പാപപ്രമാണത്തിൻ്റെ പോരാട്ടം, ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന പോരാട്ടം. ഇങ്ങനെ വല്ല പോരാട്ടം വിശ്വാസികൾക്ക് ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അയ്യോ പാസ്റ്ററെ, ഞാനിത് ആദ്യമായിട്ട് കേൾക്കുന്നു. മറ്റു ചില പോരാട്ടങ്ങളെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ടോ? പറയുന്നുണ്ട്. ഇവിടെ പറയുന്ന പോരാട്ടം അതല്ല. റോമർക്ക് ലേഖനം 7-ാമത്തെ അധ്യായത്തിൽ പറയുന്ന പോരാട്ടങ്ങളെല്ലാം പൗലോസ് അവിടെ 8-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു. ക്രിസ്തു ഇല്ലെങ്കിൽ 7-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ പോരാട്ടവും അവന് കാണും. ക്രിസ്തു ഉണ്ടെങ്കിലോ ജീവന്റെ ആത്മാവ് 7-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ പോരാട്ടങ്ങൾക്കും മകളിലും ജീവന്റെ ആത്മാവ് ആ പോരാട്ടങ്ങൾക്ക് മകളിൽ ജയമെടുക്കും. മനസ്സിലാകുന്നുണ്ടോ? ക്രിസ്തു ഇല്ലാത്തവന്റെ അവസ്ഥയും ക്രിസ്തു ഉള്ളവന്റെ കാര്യവും തമ്മിലുള്ള വ്യത്യാസം അവിടെ വെളിപ്പെടുത്തും. ന്യായപ്രമാണത്തിൽ നിൽക്കുന്നവനും, ഗ്ലോറി ടു ഗോഡ്, ബുദ്ധിയുടെ പ്രമാണത്തിൽ നിൽക്കുന്നവൻ, അറിവിൻ്റെ പ്രമാണത്തിൽ നിൽക്കുന്നവൻ, പാപത്തിൻ്റെ പ്രമാണത്തിൽ നിൽക്കുന്നവൻ, അവയവങ്ങളിൽ പോരാടുന്ന മറ്റൊരു പ്രമാണം, പാപത്തിൽ വസിക്കുന്ന ഒരു അനുഭവത്തിലായിരിക്കുന്നവർ എന്നിത്യാദി ക്രിസ്തുവില്ലാതിരിക്കുന്നവരുടെ അവസ്ഥ 7-ാമത്തെ അധ്യായത്തിൽ പറയുന്നു. ഗ്ലോറി ടു ഗോഡ്. പഴയ മനുഷ്യൻ്റെ അനുഭവങ്ങൾ അവിടെ പറയുന്നു. എന്നാൽ ന്യായപ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവിലേക്ക് എന്ത് ചെയ്യണം? വരണം. പഴയ മനുഷ്യനിൽ നിന്ന് പുതു മനുഷ്യനിലേക്ക് എന്ത് ചെയ്യണം?
വരണം. അങ്ങനെ ഈ രണ്ട് അനുഭവങ്ങളിലൂടെ വരുന്ന ഒരു വ്യക്തിയുടെ മകളിൽ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം അവന്റെ മകളിൽ വാഴും. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? നന്മ തിന്മകളെ തിരിച്ചറിവാൻ തഴക്കത്താൽ അഭ്യാസം ലഭിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി. എന്തിന്ദ്രിയങ്ങൾ? അകത്തെ മനുഷ്യനിൽ ദൈവത്തെ അറിയുവാനുള്ള അന്തരേന്ദ്രിയമുള്ളവരായി പ്രായം തികഞ്ഞവർക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ് ദൈവവചനത്തിലെ നിത്യജീവന്റെ വെളിപ്പാട്. ഹല്ലേലൂയ. അപ്പോൾ രണ്ടാം വാക്യത്തിൽ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എന്ന് പറഞ്ഞാൽ ആത്മാവിനാലുള്ള ജീവിതം. പാപപ്രമാണത്തിൽ നിന്ന് ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്താൽ ദിവ്യമായ അനുഭവത്തിലേക്ക്, ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരാൻ എന്ത് ചെയ്യും? ഒരു മനുഷ്യന് ക്രിസ്തുവിലൂടെ സാധ്യമാണെന്ന് അവിടെ എന്ത് ചെയ്യുന്നു? തെളിയിക്കുക. ഗ്ലോറി ടു ഗോഡ്. 8-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാവും. ഈ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം ഒരു വ്യക്തിയിൽ എന്ത് കൊണ്ടുവരും? ഗ്ലോറി ടു ഗോഡ്. ദിവ്യ സ്വഭാവത്തിലേക്ക് എന്ത് ചെയ്യുന്നു? അവരെ നയിക്കുന്നു. ഒന്നാമത്തെ കാര്യം അതാണ്, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം എന്താണ്? നീതി നിമിത്തം ജീവനാകും. യേശു ക്രിസ്തുവിലെ നീതി നിമിത്തം എൻ്റെ ആത്മാവ് എന്ത് ചെയ്യുന്നു? ജീവനാകുന്നു. റീബർത്ത്, റീജനറേഷൻ. ഹല്ലേലൂയ. നമ്മിൽ എന്ത് ചെയ്യുന്നു? ആ ജീവൻ എന്ത് ചെയ്യുന്നു? നമ്മിൽ വ്യാപരിക്കുന്നു. അപ്പോൾ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എന്ത് കൊണ്ടുവരും? ജീവനെ കൊണ്ടുവരും. ഹല്ലേലൂയ. നീതി നിമിത്തം. കണ്ടോ, ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ്, എൻ്റെ ആത്മാവ്, യേശു ക്രിസ്തു നിവർത്തിച്ച നീതി നിമിത്തം ജീവനാകുന്നു. ആ ജീവൻ എന്തിലേക്കുള്ള ജീവൻ? നിത്യജീവനിലേക്ക് പ്രവേശിക്കാനുള്ള ജീവൻ, അല്ലെങ്കിൽ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടക്കുന്ന ജീവൻ നമുക്ക് തരുന്നതാണ് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. 8-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ വരാം. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്ത ജീവനും സമാധാനവും തന്നെ. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് തൊട്ടു മുമ്പേ വായിച്ച വാക്യത്തിൽ എന്താണ്? എൻ്റെ ആത്മാവിന് ജീവൻ എന്ത് ചെയ്യുന്നു? തരുന്നു. ഇവിടെ പറഞ്ഞ കാര്യം എന്താണ്? എൻ്റെ ദേഹി, എൻ്റെ ചിന്തയിൽ രൂപാന്തരം തരുന്നു. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? പറയുന്നത്. ഒന്നാമതെന്താ? ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണത്തിലേക്ക് കടക്കുമ്പോൾ ആ ദിവ്യമായ സ്വഭാവത്തിന് കൂട്ടാളികളായിട്ട് എന്ത് ചെയ്യും? ആ വ്യക്തി മാറും. രണ്ടാമത് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? ആ നീതി നിമിത്തം എൻ്റെ ആത്മാവ് നിത്യജീവനിൽ പ്രവേശിക്കേണ്ടുന്നതിനുള്ള ജീവനിലേക്ക് ആ വ്യക്തി എന്ത് ചെയ്യും? വെളിപ്പെടും. ഹല്ലേലൂയ. മൂന്നാമത് പറഞ്ഞ കാര്യം എന്താണ്? ദേഹിയിൽ രൂപാന്തരം സംഭവിക്കും. ആത്മാവിൻ്റെ ചിന്തയായിരിക്കും അവൻ്റെ ദേഹിയിൽ എന്ത് ചെയ്യുന്നത്? സംഭവിക്കുന്നത്. ജഡത്തിൻ്റെ ചിന്തയോ മരണം, ഒറ്റ ഉൽപ്പന്നമാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രമാണം സകലത്തിൻ്റെ മകളിൽ വാഴുമ്പോൾ, ഗ്ലോറി ടു ഗോഡ്, അവനിൽ എന്ത് കൊണ്ടുവരുന്നു? ജീവനും സമാധാനം. എന്ത് ജീവൻ? നിത്യജീവൻ. ജീവിതവും സമാധാനമല്ല ദൈവത്തിൻ്റെ ആത്മാവ് തരുന്നത്. മനുഷ്യരിന്ന് അന്വേഷിക്കുന്നത് എന്താണ്? ജീവിതമാണ്. പ്രിയമുള്ളവരെ, ജീവിതമാണോ വലുത്? ജീവനാണോ വലുത്? ജീവിതമാണോ വലുത്? ജീവനാണോ വലുത്? ജീവനാണ് വലുത്. ഗ്ലോറി ടു ഗോഡ്. എന്നാൽ നിർഭാഗ്യവശാൽ ഇന്നത്തെ വിശ്വാസികൾ അന്വേഷിക്കുന്ന എന്താണ്? ജീവിതം. ഹല്ലേലൂയ. അത് 70 80 അതിനപ്പുറത്തേക്ക് എന്താ? പിന്നെ വലിയ കഷ്ടമാണ്. ഹല്ലേലൂയ. എന്നാൽ ആത്മാവോ? ആത്മാവിൻ്റെ ജീവൻ നിത്യതയിൽ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജീവനും സമാധാനവും ഒരു വ്യക്തിയിൽ ഉണ്ടാക്കുന്നത് അവൻ്റെ ദേഹിമണ്ഡലത്തിൽ ദൈവത്തിൻ്റെ ജീവന്റെ പ്രമാണം എന്ത് ചെയ്യുന്നു? വ്യാപരിക്കുന്നു. 8-ാമത്തെ അധ്യായത്തിൽ തന്നെ 13-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, ജഡത്തെ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ മരിക്കും, ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്ന മരണം എന്താ? ഒന്നാം മരണമല്ല, രണ്ടാം മരണം, നിത്യമായ നരകമെന്ന മരണം.
ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും. അപ്പോൾ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം ഇപ്പൊ എവിടെ കടന്നു? ശരീരത്തിൽ. ആദ്യം എവിടെ വന്നു? ആത്മാവിൽ. രണ്ടാമതോടെ വന്നു ചിന്തയിൽ, ദേഹിയിൽ. മൂന്നാമതോടെ വരുന്നു ശരീരത്തിൽ. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രമാണം ഒരു വ്യക്തിയുടെ മകളിൽ ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണമായി വരുമ്പോൾ ആ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായിട്ട് തീരുകയാണ്. ആദ്യത്തെ പടിയിലേക്ക് അവൻ വരും. രണ്ടാമത്, ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം എന്ത് ചെയ്യും? മരിക്കേണ്ടതെങ്കിലും നിങ്ങളിലെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് യേശു ക്രിസ്തുവിലുള്ള നീതീകരണ നിമിത്തം നിത്യജീവനിലേക്ക് എന്ത് ചെയ്യുന്നു? കാൽച്ചുവടുകളെ വയ്ക്കും. ഈ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം നമ്മുടെ മകളിൽ വാഴുമ്പോൾ ജഡത്തിന്റെ ചിന്തയുമായിട്ട് ജീവിക്കുന്ന അനേകരുടെ ഇടയിൽ നിനക്ക് എന്തായി ജീവിക്കാം? ആത്മാവിന്റെ ചിന്തയുള്ളവനായിട്ട് നിനക്ക് ജീവിക്കാം. ആത്മാവിന്റെ ചിന്ത നിനക്ക് വരുമ്പോൾ നിത്യജീവന്റെ ഉറപ്പും ജീവനും ദൈവത്തോട് പ്രാർത്ഥിക്കാനും ആരാധിക്കാനുമുള്ള സമാധാനം ഉണ്ടാവും. ഇല്ലെങ്കിൽ ദൈവസന്നിധിയിൽ ഇരിക്കത്തില്ല, ആരാധനയ്ക്ക് ഇരിക്കത്തില്ല, പ്രാർത്ഥിക്കാൻ ഇരിക്കാൻ പറ്റില്ല. കാരണം ജീവന്റെ ആത്മാവിന്റെ പ്രമാണം അവന്റെ മകളിൽ ഇല്ല. ദൈവത്തോട് യാതൊരു കാരണവശാലും സമാധാന ബന്ധം പുലർത്താൻ അവൻ എന്ത് ചെയ്യത്തില്ല? കഴിയത്തില്ല. പിടിച്ചിരുത്തിയാൽ ഇരിക്കത്തില്ല. കാലടക്കി വെച്ച് ദൈവസന്നിധിയിൽ എന്ത് ചെയ്യത്തില്ല? ഇരിക്കത്തില്ല. സത്യവചനത്തിന്റെ മുമ്പിൽ അവന്റെ കാലടക്കി വെച്ചോ ഹൃദയം സമർപ്പിച്ചോ ആത്മാവ് നിത്യജീവന് വേണ്ടി ഒരുക്കി എടുക്കുവാൻ തക്കവണ്ണം സത്യവചനത്തിന്റെ മുമ്പിൽ അവൻ ഇരിക്കാൻ പറ്റത്തില്ല. കാരണം അവന്റെ മേൽ വാഴുന്ന സാധനം വേറെയാണ്. ദൈവത്തിങ്കിലേക്ക് അവനെ അടുപ്പിക്കാൻ കഴിയത്തില്ല. സത്യവചനത്തിലൂടെ നിത്യജീവനിലേക്ക് അവനെ കൊണ്ടെത്തിച്ച് ചേർക്കാൻ കഴിയത്തില്ല. അതെല്ലാം എന്താണ്? ക്രിസ്തു ഇല്ലാത്ത യഥാർത്ഥമായ കാര്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യം. ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി തരാൻ ദൈവത്തിന്റെ ആത്മാവ് ഹല്ലേലൂയ സഹായിക്കേണ്ടുന്നതിന് വേണ്ടിയിട്ട് വ്യക്തിപരമായിട്ട് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ആത്മപകർച്ച ഉണ്ടാകുമ്പോൾ അത് പ്രാപിക്കാനുള്ള ഒരുക്കം ഹൃദയ നിലത്തിനുണ്ടാകണം, ചിന്താമണ്ഡലത്തിലുണ്ടാകണം. വിശ്വാസത്താൽ ഏറ്റെടുക്കേണ്ടുന്നതിനുള്ള ആ കൃപ എന്ത് ചെയ്യണം? ഉണ്ടാകണം. ഹല്ലേലൂയ. നമ്മൾ ലക്ഷ്യമാക്കേണ്ടിയത് ഒരൊറ്റ കാര്യമാണ്, ആത്മാവിൻ്റെ നിത്യജീവൻ. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന അടുത്ത കാര്യം എന്താണ്? ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ മരിക്കും, നിശ്ചയമാണ്. എന്നാൽ ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികൾ. ശരീരത്തിൻ്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഇവിടെ ശരീരം എന്ന് ഉദ്ദേശിക്കുന്നത് 5 ഇന്ദ്രിയങ്ങളാണ്. ഇതാണ് നമുക്കെന്ത് പഴയ മനുഷ്യനുമായിട്ട് കണക്ട് ചെയ്തുള്ള പ്രശ്നം ഉണ്ടാക്കുന്നത്. ഹല്ലേലൂയ. കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപം എന്നിത്യാദി കാര്യങ്ങളിൽ ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം എന്നിത്യാദി കാര്യങ്ങൾ, ആഭിചാരം, പക, പിണക്കം, അസൂയ, ഭിന്നത, വെറിക്കുത്ത് എന്നിത്യാദിയുള്ള കാര്യങ്ങൾ. ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമം മഹത്വം എടുക്കുമാറാകട്ടെ. അപ്പോൾ ഈ ജഡത്തിൻ്റെ പ്രവൃത്തികളിൽ നിന്നുള്ള വിടുതൽ ദൈവജനത്തിന് അത്യന്താപേക്ഷിതമാണ്. ഹല്ലേലൂയ. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കാൻ കഴിയാതെ പോയാൽ എന്ത് സംഭവിക്കും? ഉചിതമല്ലാത്തത് ചെയ്യുന്ന നികൃഷ്ട ബുദ്ധിയിലേക്ക് ആ മനുഷ്യൻ്റെ ദേഹി വീഴും. അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ. ആ ദേഹിയിൽ ആ ഇന്ദ്രിയങ്ങൾ എന്ത് വ്യാപരിക്കുന്നു? അസൂയ, കുല, പിണക്കം, കപടം, ദുശീലം എന്നിവ തിങ്ങിയവർ, കുരളക്കാർ, ഏഷണിക്കാർ, ദൈവദോഷികൾ, നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ. 21 കാര്യങ്ങളോടെ പറയുന്നു. സ്തോത്രം. റോമർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായത്തിൻ്റെ 28 തുടങ്ങിയുള്ള കാര്യങ്ങൾ. അപ്പോൾ ജഡത്തെ അനുസരിച്ച് നിങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ മരിക്കും, നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ ഇന്ദ്രിയങ്ങൾ വഴി ഉണ്ടാകുന്ന വിഷയം. തൊട്ടുമുകളിൽ പറഞ്ഞ കാര്യം എന്താണ്? ദേഹിയിൽ സംഭവിക്കുന്ന കാര്യം. മനസ്സിലും വിചാരങ്ങളിലും വികാരങ്ങളിലും ഇച്ഛാശക്തിയിലും സംഭവിക്കുന്ന കാര്യങ്ങൾ. അതിൻ്റെ മുകളിൽ ജീവന്റെ ആത്മാവ് എന്ത് ചെയ്യണം? വാഴണം. ഒറ്റ വാക്യം കൊണ്ട് അതിൻ്റെ അർത്ഥമൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല. കഴിഞ്ഞ 31 മണിക്കൂർ കൊണ്ട് സംസാരിച്ച് വരുന്ന വിഷയങ്ങളാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ 1-ാമത്തെ കാര്യം മുതൽ തുടങ്ങണം. എല്ലാ കാര്യങ്ങളും യൂട്യൂബിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സ്തോത്രം. അവിടെ നിന്നും ഇവിടെ നിന്നും വാലും തുമ്പും കേട്ട് കഴിഞ്ഞാൽ 5 കുരുടന്മാർ ആനയെ കാണാൻ പോയ കഥ പോലെയാവും. ഗ്ലോറി ടു ഗോഡ്.
രക്ഷയും നീതീകരണവും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായ ധാരണയും വിശ്വാസവും ലഭിക്കാത്ത ഒരു ആത്മാവ് നിത്യജീവനിൽ എന്ത് ചെയ്യത്തില്ല, കടക്കത്തില്ല. ഗ്ലോറി ടു ഗോഡ്. ഇതറിയാനുള്ള കൃപ കർത്താവേ ഞങ്ങൾക്ക് തരണം, പ്രാപിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണം. അങ്ങനെ ആത്മാവിനാൽ, ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണത്താൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും. എന്തിനാൽ? ഈ പ്രമാണത്താൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും? ജീവിക്കും. ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണത്താൽ ജീവിക്കും. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. 23-ാമത്തെ വാക്യത്തിലോട്ട് വന്നാട്ടെ, 8:23. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? ശരീരം, ഫിസിക്കൽ ബോഡി. അപ്പോൾ ആത്മമണ്ഡലത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പരിവർത്തനം ഉണ്ടാകുമ്പോൾ ഇവിടെ 23-ാമത്തെ വാക്യത്തിൽ പറഞ്ഞതാണ്, നിങ്ങളുടെ ശരീരത്തിൻ്റെ എന്ത് സംഭവിക്കും? പുനരുദ്ധാനം സംഭവിക്കുന്ന, ദേഹിയിൽ രൂപാന്തരം സംഭവിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. ആത്മചിന്ത എന്ത് ചെയ്യും? ആ വ്യക്തിയുടെ മേൽ എന്ത് ചെയ്യുന്നു? വാഴുന്നു. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. ഇവിടെ വായിച്ചെന്താ? ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിൽ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഒരു കാര്യം ബോധ്യമുണ്ട്, ഈ ശരീരം കർത്താവിൻ്റെ വരവിൽ എന്ത് ചെയ്യും? രൂപാന്തരപ്പെടും. അതിനുള്ളൊരു ഞരക്കം ആത്മാവ് ഉള്ളിൽ എന്ത് ചെയ്യും? തരും. ഈ ലോകത്തിൽ നിന്ന് നമ്മൾ മാറ്റപ്പെട്ടാലോ ക്രിസ്തു പുനരുദ്ധാനം പ്രാപിച്ചതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ പുനരുദ്ധാനം എന്ത് ചെയ്യും? സംഭവിക്കും. അത് നമ്മൾ പ്രാപിച്ചിരിക്കുന്ന ആത്മാവ് എന്ത് ചെയ്യും? ഉള്ളിൽ എന്ത് ചെയ്യുന്നു? ഞരങ്ങുന്നു. അതിൻ്റെ 24-ാമത്തെ വാക്യം എന്താണെന്നറിയോ? ഈ പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. രക്ഷിക്കപ്പെടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പ്രത്യാശ. ഏത് പ്രത്യാശ? ഈ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ്, പ്രാണനിലെ രൂപാന്തരം, ആത്മാവിലെ ജീവൻ, തന്നിമിത്തം ദൈവസന്നിധിയിൽ നിത്യമായി വാഴേണ്ടുന്നതിനുള്ള പ്രത്യാശയാലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ആൾക്കാർ രക്ഷിക്കപ്പെടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കടം മാറും, ജപ്തി നോട്ടീസ് അസാധുവാകും, അത് ചെയ്യും, ഇത് ചെയ്യും, ദൈവത്തിനെ വലിച്ചിറക്കാം, മുമ്പ് നിർത്തണം, അങ്ങ് ചെയ്തു കൊടു ദൈവം എല്ലാവർക്കും. ഈ പൊട്ടത്തരങ്ങൾ വിശ്വസിക്കാനായിട്ട് കുറേ വിശ്വാസികൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമോസിൻ്റെ പുസ്തകത്തിൽ വരുമ്പോൾ അതിൻ്റെ 8-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടുന്നതിനുള്ള വിശപ്പ് തന്നെ ഞാൻ ദേശത്ത് അയക്കുന്ന നാളുകൾ വരുന്നു എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ഇവിടെ അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല എന്ന് പറയുന്ന ആരെ ചൂണ്ടിയിട്ടാണ് പറയുന്നത്? ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവരെ നടത്തിക്കൊണ്ടുപോയ ദൈവമല്ല അവർക്ക് പ്രശ്നം. അവരുടെ പ്രശ്നം എന്താണ്? വയറ്. അപ്പത്തിന് വേണ്ടിയിട്ടുള്ള നിലവിളി. ആരോട് നിലവിളിച്ചു? മോശയോട്. പിന്നെ അവർക്ക് മരുഭൂമി യാത്രയുടെ അടുത്ത പ്രശ്നം എന്തായിരുന്നു? വെള്ളം. ഇത് ആമോസ് എടുത്ത് വെച്ചിട്ട് പറയുകയാണ്, അന്ത്യകാലത്തിൽ അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹമല്ല. ഞാൻ ചോദിക്കട്ടെ, ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ അപ്പത്തിനും വെള്ളത്തിനും വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടോ? വിശ്വാസികൾ അപ്പത്തിനും വെള്ളത്തിനും വേണ്ടി ബുദ്ധിമുട്ടുന്നുണ്ടോ? അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പത്തിനും വെള്ളത്തിനും വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം തീർന്നിട്ട് ദേശം എന്ത് ചെയ്യും? അനുഗ്രഹിക്കപ്പെടും, സമൃദ്ധി ഉണ്ടാകും, സമൃദ്ധിയിന്മേൽ സമൃദ്ധി ഉണ്ടാകും. ഈ തിന്നത് നിമിത്തം ഉണ്ടായ കുഴപ്പങ്ങളാണ് ഇപ്പോൾ ആൾക്കാർക്കുള്ളത്. ഹല്ലേലൂയ. അപ്പോൾ അപ്പത്തിനായിട്ടുള്ള വിശപ്പും അല്ല, വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള ദാഹമല്ല. അന്നത്തെ വിശ്വാസികളെ നോക്കി പറഞ്ഞതാണ്. അവരെന്തിനു വേണ്ടി നിലവിളിച്ചു? അപ്പത്തിന് വേണ്ടിയും വെള്ളത്തിന് വേണ്ടിയും മരുഭൂമി കിടന്ന് നിലവിളിച്ചു. അവരെ നടത്തിയ ദൈവത്തോടു കൂടെ നടക്കാനുള്ള വാഞ്ചയിലാണോ അവർ നിലവിളിച്ച്? അവർക്ക് തിന്നണം, കുടിക്കണം. അന്ത്യകാലത്തിലോ അതിനുള്ള ആവശ്യം എന്ത് ചെയ്യത്തില്ല, വരത്തില്ല. കാരണം സമൃദ്ധി എന്ത് ഉണ്ടാവും, പക്ഷെ ഒരു കാര്യം ഷോർട്ടേജ് ആവും. എന്താണെന്നറിയോ? യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടുന്നതിനുള്ള വിശപ്പ് തന്നെ ഞാൻ ദേശത്തിൽ എന്ത് ചെയ്യും? അയക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. അന്നവർ, 12-ാം വാക്യം ഗൗരവ, അന്നവർ സമുദ്രം മുതൽ സമുദ്രം വരെയും, എന്നുവെച്ചാൽ ഈ ഒരു സമുദ്രം ടു ഒരു സമുദ്രം വരെയും, അല്ലെങ്കിൽ ഒരു ഭൂഖണ്ഡം ടു അടുത്ത ഭൂഖണ്ഡം വരെയും, അവർ ആ ഒരു ഭൂഖണ്ഡത്തിനകത്ത് മൊത്തവും ചുറ്റി നടന്നാലും എന്ത് കാണില്ല? വചനം കാണില്ലെന്നാണ്. അന്നവർ സമുദ്രം മുതൽ സമുദ്രം വരെയും വടക്ക് മുതൽ കിഴക്ക് വരെയും ഉഴന്നു ചെന്ന് യഹോവയുടെ വചനം അന്വേഷിച്ച് അലഞ്ഞു നടക്കും.
കണ്ടു കിട്ടുകയില്ല. പ്രോസ്പെറിറ്റി ഗോസ്പൽ കിട്ടും, ഭൗമിക അനുഗ്രഹങ്ങളെ കുറിച്ച് കിട്ടും. സത്യവചനം, നിത്യജീവന്റെ വചനം കണ്ടു കിട്ടത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവമാണ്. അപ്പത്തിൻ്റെയും വെള്ളത്തിൻ്റെയും സമൃദ്ധി ദേശത്തിൽ വരുമ്പോൾ ഒരു കാര്യം ഷോർട്ടേജ് ആവും, ദൈവത്തിൻ്റെ വചനം. പക്ഷെ ദൈവം വചനം അയക്കും, അത് കേൾക്കുവാനുള്ള താല്പര്യവും വാഞ്ചയും ജനത്തിനില്ലാതെ പോകും. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തെ ഭയപ്പെടുക. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഫിലിപ്പിയർ 3-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം അറിയുന്നു. എല്ലാവരും അറിയുന്നില്ല. അറിയുന്നത് കൊണ്ട് നമ്മൾ അവന് വേണ്ടി എന്ത് ചെയ്യുന്നു? കാത്തിരിക്കുന്നു. 21-ാമത്തെ വാക്യത്തിൽ, അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം പാപപ്രമാണത്തിൽ നിന്ന് ദിവ്യ സ്വഭാവത്തിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടുവരുന്നു. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് ഓരോ ദിവസവും ദൈവത്തിൻ്റെ ജീവനാൽ നിറയപ്പെടും. ഗ്ലോറി ടു ഗോഡ്. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം നിങ്ങളിൽ ഉണ്ടെങ്കിലോ ജഡത്തിന്റെ ചിന്തയിൽ നിന്ന്, ആ രണ്ടാം മരണത്തിലേക്ക് പോകുന്ന അനുഭവത്തിൽ നിന്ന് ആത്മാവിന്റെ ചിന്തയിലേക്ക് അവന്റെ ദേഹീതലത്തെ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം സ്വാധീനിക്കും. ഗ്ലോറി ടു ഗോഡ്. ജഡത്തെയാണ് നിങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ രണ്ടാം മരണത്തിൽ അകപ്പെടും. ആത്മാവിനാൽ, ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്താൽ ശരീരത്തിലെ 5 ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും. ഹല്ലേലൂയ. 23-ാമത്തെ വാക്യത്തിൽ, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ. അപ്പോൾ ഈ ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം എവിടെ വന്നു? ശരീരത്തിൽ. ആ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് എന്ന് സംഭവിക്കും? കർത്താവിൻ്റെ വരവിൽ. പൗലോസോടെ പറയുന്നു, ഈ പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല, കാണാത്തതോ നിത്യം. അതിനായിട്ട് നമ്മൾ പ്രത്യാശിക്കുന്നുവെങ്കിൽ ക്ഷമയോടെ കാത്തിരിക്കാൻ നമ്മളത് പ്രാപിക്കും. നമ്മളത് പ്രാപിക്കാൻ പോകുന്നു. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ജഡത്താലുള്ള ബലഹീനത നിമിത്തം, ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ, എൻ്റെ ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന നിത്യജീവൻ അവകാശമാക്കാൻ എനിക്ക് കഴിയാത്തതിനെ ക്രിസ്തുവിലൂടെ സാധ്യമാക്കി തീർക്കുവാൻ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ദൈവം തൻ്റെ പുത്രനെ എൻ്റെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും എൻ്റെ പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ക്രൂശിൽ ശിക്ഷ വിധിച്ചു. ജഡത്തെയല്ല, ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവർത്തിയാകേണ്ടുന്നതിന് തന്നെ. എന്താണ് ന്യായപ്രമാണത്തിൻ്റെ നീതി? നിത്യജീവൻ. നിത്യജീവൻ നമ്മിൽ നിവർത്തിയാകേണ്ടുന്നതിനാണ് ക്രിസ്തു ക്രൂശിൽ പരമയാഗമായി തീർന്നതും നിത്യജീവൻ നമ്മൾ അവകാശമാക്കുവാനാണ് ക്രിസ്തു 3-ാം ദിവസം പുനരുദ്ധാനം പ്രാപിച്ചതും ആ നിത്യജീവനിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുവാനുമാണ് ക്രിസ്തു മധ്യാകാശത്തിൽ വെളിപ്പെടുന്നതും. ഈ പ്രത്യാശയുള്ളവർ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എല്ലാ സ്തുതി സ്തോത്രങ്ങളും പുകഴ്ചയും ഘനവും ദൈവത്തിന് അർപ്പിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.